ഔദു ബില്ലാഹി സമീൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പടച്ചതമ്പുരാൻ നമ്മുടെ ഈ കേൾവിയെയും സംസാരത്തെയും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയുടെ പ്രസ്ഥാനവും പ്രവർത്തകരും എന്ന പുസ്തകം നമുക്കേവർക്കും പരിചയമുള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അത് സയ്യിദ് മൗദൂദിയുടെ മറ്റ് പുസ്തകങ്ങളെ പോലെ തന്നെ പല സന്ദർഭങ്ങളിലായി സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയ പ്രഭാഷണങ്ങളുടെയും ലേഖനങ്ങളുടെയും ഒക്കെ ഒരു സമാഹാരമാണ്. ഇതിൻ്റെ വിവർത്തകൻ ഖലീൽ ഹാമിദിയാണ്. ഖലീൽ ഹാമിദി അറബിയിലേക്ക് നേരത്തെ ഈ പുസ്തകത്തെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. തദ്കിറത്തു ദുആത്തിൽ ഇസ്ലാം എന്ന പേരിലാണ് ആദ്യമായി ഈ പുസ്തകം 1969 1969 ഇത് പ്രസിദ്ധീകൃതമാകുന്നത്. മലയാളത്തിൽ 2000 ശേഷമാണ് ഇത് കെ.ടി. ഹുസൈൻ സാഹിബ് അദ്ദേഹം വളരെ നല്ല ഒരു മലയാള ഭാഷയിൽ ഇത് വിവർത്തനം ചെയ്യുന്നത്. ഒരു ഇസ്ലാമിക പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അയാളുടെ സംഘടന പ്രവർത്തനം, പ്രസ്ഥാന പ്രവർത്തനം എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രതിഫലിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സാഹിത്യങ്ങളിൽപ്പെട്ട കാർക്കുനുകൾ വളരെ അടിസ്ഥാനപരമായ വായനയ്ക്ക് വിധേയമാക്കേണ്ടുന്നൊരു പുസ്തകമായിട്ടാണ് ഇതിനെ പ്രസ്ഥാനം നിഷ്കർഷിച്ചിട്ടുള്ളത്. അതിന് ചില കാരണങ്ങളുണ്ട്. പ്രത്യേകമായി ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ വളരെ മൗലികമായ ലക്ഷ്യങ്ങളെയും പ്രവർത്തന ശൈലിയെയും അതിൻ്റെ തർബിയത്തി വ്യവസ്ഥയെയും വ്യക്തികൾക്കുണ്ടാകേണ്ടുന്ന ഗുണങ്ങളെക്കുറിച്ചും അതിലെ അഭിപ്രായ പ്രകടനങ്ങളെയും ആ അഭിപ്രായ പ്രകടനങ്ങളുടെ തന്നെയും സൂക്ഷ്മമായ അടരുകളെക്കുറിച്ചും വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ പാർട്ടും 11 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. സയ്യിദ് മൗദൂദിയുടെ പ്രഭാഷണങ്ങളും ലേഖനങ്ങളും 11 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൃത്യമായ വിശകലനത്തിലേക്ക് നമുക്ക് ഓരോ അധ്യായങ്ങളായി പ്രവേശിക്കാം എന്നാണ് കരുതുന്നത്. ഇതിലൊന്നാമത്തെ അധ്യായം നമ്മുടെ പ്രബോധനം എന്ന ടൈറ്റിലിന് കീഴിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ പ്രബോധനം. ഈ പ്രബോധനത്തെ വളരെ പ്രധാനപ്പെട്ട 3 കേന്ദ്ര ആശയങ്ങൾ. ഒന്നാമത്തേത്, നമ്മൾ പൊതുവിൽ നടത്തുന്ന മുസ്ലിം അമുസ്ലിം ഭേദമന്യേ നമ്മളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കേണ്ടുന്ന ഒരു പ്രബോധനത്തെക്കുറിച്ച് സയ്യിദ് മൗദൂദി ഇതിൽ പറയുന്നുണ്ട്. രണ്ടാമത്തേത്, മുസ്ലിങ്ങൾ ആയവർക്ക് പ്രത്യേകമായി നാം നടത്തേണ്ടുന്ന അവരുടെ ജീവിതത്തിൽ അവർ മാറ്റിപ്പണിയേണ്ടുന്ന തെറ്റായ ധാരണകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി എന്താണോ അതിൽ ശരിയായ നിർദ്ദേശങ്ങളുള്ളത് അത് നമ്മളവർക്ക് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കുന്നതിനെയും നമ്മളുടെ പ്രബോധനം എന്ന കാറ്റഗറിയിലാണ് സയ്യിദ് അബുൽ അഅ്ല മൗദൂദി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം അതാണ്. മൂന്നാമത്തേത്, വ്യവസ്ഥകൾ, ഭരണകൂട രൂപങ്ങൾ. വ്യവസ്ഥകളും ഭരണകൂട രൂപങ്ങളും അവയെല്ലാം തെറ്റായ രീതിയിൽ ദൈവികേതരമായി പടച്ചവനെ മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ പടച്ചവന് സ്ഥാനമില്ലാത്ത ഒരു ലോകവ്യവസ്ഥയിൽ, ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അവിടെ പടച്ചവൻ ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ എന്തുകൊണ്ട് ഒരു പടച്ച തമ്പുരാൻ്റെ ആവശ്യമുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളെ വിശദീകരിക്കുകയാണ് നമ്മളുടെ പ്രബോധനം. ഈ 3 കാറ്റഗറിയിൽ, ഒന്ന് മുസ്ലിം അമുസ്ലിം ഭേദമന്യേ നമ്മൾ പറയുന്നു, മറ്റൊന്ന് മുസ്ലിങ്ങൾക്ക് തന്നെയുള്ള തെറ്റായ ധാരണകൾ നീക്കിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ വർത്തമാനങ്ങളെ, അതിനെയും പ്രബോധനം എന്നാണ് നമ്മൾ പറയുന്നത്. ഒപ്പം ഭരണകൂട വ്യവസ്ഥകൾ, രൂപങ്ങൾ, അവർക്കിടയിലുള്ള തെറ്റായ പ്രവണതകളെ നമ്മൾ മാറ്റിപ്പണിയുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന, ഇത്
യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ദഅവത്തിൻ്റെ കോൺസെപ്റ്റിനെ സയ്യിദ് അബുൽ അല മൗദൂദി പറയാണ്, ഈ 3 രീതിയിലുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ആശയത്തെ പ്രബോധനം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഇപ്പോൾ അടിമത്തം, വിവക്ഷ, അതായത് അടിമത്തം എന്നുള്ളതിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ് എന്താണ്, അള്ളാഹുവിന് ഒരാൾ അടിമപ്പെടുക എന്നുള്ളതിനർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? സയ്യിദ് മൗദൂദിയുടെ വാക്കുകൾ നേരിട്ട് തന്നെ നമ്മൾ വായിച്ചാൽ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഖുർആനും അതിനു മുമ്പുള്ള മുഴുവൻ ദൈവിക ഗ്രന്ഥങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അദ്ദേഹത്തിന് മുമ്പ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ രംഗപ്രവേശനം ചെയ്ത വിവിധ പ്രവാചകന്മാരും ഇവരുടെ എല്ലാ അധ്യാപനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇവയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഏകകണ്ഠമായി പ്രബോധനം ചെയ്ത ദൈവത്തിനുള്ള, അവരെല്ലാവരും പറഞ്ഞ ദൈവത്തിനുള്ള അടിമത്തം എന്നുള്ളത് ഇപ്രകാരമാണ്. ഇതാണ് ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് ദൈവത്തെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യൻ ഇലാഹും റബ്ബും ആരാധ്യനും വിധികർത്താവും യജമാനനും അതുപോലെ തന്നെ രാജാവും മാർഗദർശകനുമായി അംഗീകരിക്കുക എന്നുള്ളതാണ് അടിമത്വത്തിൻ്റെ യഥാർത്ഥ വിവക്ഷ. അതോടൊപ്പം കണക്കെടുപ്പുകാരനും പ്രതിഫലദാതാവുമായി അള്ളാഹുവെ അംഗീകരിക്കുന്നു. ഒപ്പം ജീവിതത്തെ, അത് സ്വകാര്യമാകട്ടെ, വ്യക്തിപരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ധാർമ്മികമാകട്ടെ, ഈ ജീവിതത്തെ രാഷ്ട്രീയമെന്നോ നാഗരികമെന്നോ സാമൂഹികമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ പൂർണ്ണമായി ആ പടച്ചവന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു ആയത്തുണ്ട്, സയ്യിദ് മൗദൂദി അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്നുള്ളത് സ്വന്തം ജീവിതത്തെ വ്യക്തി പൂർണ്ണമായി അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് ഈ അടിമത്തത്തിൻ്റെ വിവക്ഷ എന്ന് പറയുന്നത്. ഇനി ശേഷം അദ്ദേഹം അല്ലാത്ത പക്ഷം ഒരു കൂട്ടർ തങ്ങൾ ഇസ്ലാം അംഗീകരിച്ചു, കാപഢ്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നൊരു ഭാഗം ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതായത് ഇസ്ലാമിന് ഒരു കൂട്ടർ അംഗീകരിക്കുന്നു, പക്ഷേ ഇസ്ലാമിന് അനുധാവനം ചെയ്യുന്നു എന്ന് വാദിക്കുന്ന ഒരു കൂട്ടർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഇസ്ലാം പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റാത്ത കാപഢ്യം നിറഞ്ഞ നിലപാടുമായി ജീവിക്കുന്ന ഒരു കൂട്ടർ, ഈ മുസ്ലിങ്ങൾ പ്രത്യേകം എന്ന് അവർക്ക് നമ്മൾ നടത്തുന്ന ഈ ദഅവത്തിനെ കുറിച്ച് കൂടിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ കാപഢ്യം എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്നത്? അതായത് അദ്ദേഹം അത് പറയുന്നത്, നന്നേ ചെറിയ തടസ്സത്തെപ്പോലും, ജീവിതത്തിൽ വരുന്ന നന്നേ ചെറിയ തടസ്സത്തെപ്പോലും ക്ഷമിക്കാൻ ഒരാളുടെ വിശ്വാസത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ്റെ മുഴുവൻ ദീനും മറ്റൊരു ജീവിത വ്യവസ്ഥയുടെ അതീശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവന് സാധിക്കുക? അപ്പോൾ സ്വന്തം ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രക്ഷുബ്ധാവസ്ഥകളിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ ഈ ദീൻ തന്നെ താൻ മുറുകെ പിടിച്ചു പോകേണ്ടതുണ്ട്. പ്രതിബന്ധങ്ങളുണ്ടാകും, ഒരുപാട് വൈതരണികളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ ആ ഘട്ടങ്ങളിലും താൻ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന് അടിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. തൻ്റെ ഇസ്ലാമിൽ വെള്ളം ചേർക്കുക എന്നുള്ളത് അയാൾക്ക് അചിന്ത്യമാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് എന്നാണ് സയ്യിദ് മൗദൂദി അത് വിശദീകരിക്കുന്നത്. അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, മിഥ്യാവ്യവസ്ഥയുടെ, അതായത് തെറ്റായ വ്യവസ്ഥകളുടെ അധീശത്വം ക്ഷമിക്കുന്നത് പോലും ഈമാൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ, അതായത് അത് ക്ഷമിക്കുന്നത് പോലും, ഒരു തെറ്റായൊരു വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയാണ്, അത് ക്ഷമിക്കുന്നത് പോലും ഈമാന് വിരുദ്ധമാണെങ്കിൽ, സയ്യിദ് മൗദൂദി പറയുന്നു, അടുത്ത വാക്കുകൾ നിങ്ങൾ നോക്കുക, അതിൽ സംതൃപ്തിയും സമാധാനവും കൊള്ളുക. ഒരു വ്യവസ്ഥയിൽ ജീവിച്ചിട്ട്, ഒരു തെറ്റായ ഇസ്ലാമിക വ്യവസ്ഥയിൽ, അനിസ്ലാമികമായ ഒരു വ്യവസ്ഥയിൽ ജീവിച്ചിട്ട് അതിൽ സംതൃപ്തിയും സമാധാനവും ഉൾക്കൊള്ളുന്നതും അത് സ്ഥാപിക്കാനും നിലനിർത്താനും അധ്വാന പരിശ്രമങ്ങൾ ചെയ്യുന്നതും ഈമാനുമായി എങ്ങനെയാണ് അത് സമരസപ്പെട്ടു പോവുക എന്നുള്ളത് ആലോചിച്ചു നോക്കൂ എന്നുള്ളതാണ് കാപഢ്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് വിശദീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളായ ആളുകളോട് നമുക്ക് ഇസ്ലാമിനെക്കുറിച്ച് ഊന്നി പറയാനുള്ളതിനെ നമ്മളുടെ പ്രബോധനം എന്ന ടൈറ്റിൽ സയ്യിദ് മൗദൂദി പറയുന്നത്. മൂന്നാമത്തേത് ഈ ഒരു വ്യവസ്ഥകളും ഭരണകൂട രൂപങ്ങളാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യത്തിൻ്റെ യാഥാർത്ഥ്യം, കാപഢ്യം കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്ന മറ്റൊരു കാര്യം സയ്യിദ് മൗദൂദി പറയുന്നു, വൈരുദ്ധ്യം. അതായത് ജീവിതത്തിൽ എല്ലാം കീഴ്മേൽ മറിഞ്ഞ രീതിയിൽ ഇപ്രകാരം ഇസ്ലാമിനെ ഉൾക്കൊണ്ടില്ല എങ്കിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ഭാഗത്തെക്കുറിച്ച് വൈരുദ്ധ്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് വിശദീകരിച്ചുകൊണ്ട് സയ്യിദ് മൗദൂദി പറയുന്നത്, കാപഢ്യം കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ പിടികൂടാൻ സാധ്യതയുള്ള ഒന്നാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈരുദ്ധ്യത്തെ ജീവിതത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യണം.
സയ്യിദ് മൗദൂദി അത് വിശദീകരിക്കുന്ന, ഒരു ഭാഗത്ത് നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുക, പ്രവാചകത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുക. മറുഭാഗത്ത് നാം ഭൗതികമായ എല്ലാറ്റിൻ്റെയും പ്രയോക്താക്കളും പ്രായോജകരുമായി മാറുക. ഒരു ഭാഗത്ത് നാം പള്ളിയിൽ പോയി നമസ്കരിക്കുക, മറുഭാഗത്ത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടുന്ന താമസം തൻ്റെ ഗാർഹിക ജീവിതത്തിലും കൊള്ളക്കൊടുക്കുകളിലും സാമ്പത്തിക ജീവിതത്തിലും വിവാഹത്തിലും അനന്തരാവകാശത്തിലും എല്ലാം അവിടെയൊന്നും പടച്ചോൻ വേണ്ട എന്ന് കരുതുക. അതായത് നിസ്കരിക്കാൻ പോവുക, ഒരു കൂട്ടർ ആരാധനാകർമ്മങ്ങളിൽ മുഴുകുക, അവിടെയൊക്കെ പടച്ചോനുണ്ടെന്ന് കരുതുക. അതാണ് വൈരുദ്ധ്യം. ഇതിനപ്പുറം സ്വന്തം ജീവിതത്തിൽ പടച്ചവന് ഇടമില്ലാത്ത രീതിയിൽ ജീവിതത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെ ആഘോഷമാക്കി കൊണ്ട് നടക്കുന്ന വൈരുദ്ധ്യത്തെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സയ്യിദ് മൗദൂദി ഇതിലെ മൂന്നാമത്തെ ഭാഗമായി പറയുന്നത്. ഇനി ഇതിൽ നാലാമതൊരു പോയിന്റ്, ഈ മൂന്നാമത്തെ പോയിന്റിൻ്റെ എക്സ്റ്റൻഷനായിട്ട് സയ്യിദ് മൗദൂദി പറയുന്നുണ്ട്, അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ നേതൃത്വത്തിൻ്റെ പരിവർത്തനം. നേതൃത്വത്തിൻ്റെ പരിവർത്തനം എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. അതായത് ഇനി നമ്മളുടെ പ്രബോധനം കേന്ദ്രീകരിച്ച മൂന്നാമത്തെ രൂപം നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യത്തെ 2 പ്രബോധനം നമ്മൾ നടത്തുന്നതിലൂടെ ഉണ്ടായിത്തീരുന്ന ഒരു ഫലം, നാം സ്വന്തത്തെ പൂർണ്ണമായി അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെയും അതിനനുസരിച്ച് മാറ്റിപ്പണിയാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം നമുക്ക് ഈ സാമൂഹികമായ പരിവർത്തനം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കണം, പരിവർത്തനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ഇത് വിശദീകരിച്ചുകൊണ്ട് സയ്യിദ് മൗദൂദി പറയുന്നത്, ഇത് ആഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതല്ല. നമുക്ക് ആർക്കും ഈ ലോകത്ത് വ്യവസ്ഥകൾ മാറണം, അതുപോലെ തന്നെ ഇവിടുത്തെ ദൈവത്തിനെ ധിക്കരിച്ചും അതല്ലെങ്കിൽ ദൈവികേതരരുടെ മേധാവിത്വത്തിൽ നടന്നുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റമുണ്ട്, ഈ ഒരു ലോകമുണ്ട്. ഇത് നമുക്ക് മാറണമെന്ന് കുറേ പേർക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ആഗ്രഹം കൊണ്ട് കാര്യമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ഇച്ഛ എല്ലായ്പ്പോഴും ലോകത്തിൻ്റെ വ്യവസ്ഥയും ക്രമവും ആഗ്രഹിക്കുന്നു. അള്ളാഹ് ഈ ലോകത്തിന് ഒരു വ്യവസ്ഥയും ക്രമവും വെച്ചിട്ടുണ്ട്. പ്രസ്തുത ലോകക്രമം കൊണ്ടു നടക്കാൻ കുറേ കഴിവുകൾ ആവശ്യമുണ്ട്. ഈ ലോകക്രമം കൊണ്ടു നടക്കാൻ കുറേ കഴിവുകളും യോഗ്യതകളും ഗുണങ്ങളും ആവശ്യമുണ്ട്. അതില്ലാതെ ഒരു വിഭാഗവും, നമ്മൾ ഈ ലോകത്ത്, ഇത് ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലോകത്തെ വ്യവസ്ഥ മാറ്റുക, അതല്ലെങ്കിൽ ലോകത്ത് ഇസ്ലാമികമായ ദൈവികമായ ഒരു വ്യവസ്ഥ വരിക, അതല്ലെങ്കിൽ ഇസ്ലാമികമായി എല്ലാം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹിക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പക്ഷേ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്കുണ്ടാകേണ്ടുന്ന ഗുണം എന്താണ്? യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഉൾക്കൊള്ളുന്നൊരു വശം അതാണ്. ഇതിലൊന്നാമത്തെ നമ്മുടെ പ്രബോധനം എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയെ സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ആമുഖമായ ചാപ്റ്റർ 1 ഭാഗമാണ്. ആ ഗുണങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ പുസ്തകത്തിൽ നേരത്തെ സൂചിപ്പിച്ചത് ലേഖനങ്ങളും പ്രഭാഷണങ്ങളും അടങ്ങുന്ന ഒരു സമാഹാരമാണ്. ആ വിശ്വാസം കൈക്കൊള്ളുകയും സുഹൃതം പ്രവർത്തിക്കുകയും ലോകനേതൃത്വം കൈയാളാനും ലോകക്രമം കൊണ്ടു നടക്കാനുമൊക്കെ പറ്റുന്ന മനുഷ്യർക്കുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് സയ്യിദ് മൗദൂദി അടുത്ത ഭാഗങ്ങളിൽ ഇതിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിക്കുന്നത്. 2ാമത്തെ അധ്യായത്തിൽ സയ്യിദ് മൗദൂദി പറയുന്നത് ലക്ഷ്യവും മാർഗവും വിശദീകരിക്കുകയാണ്. ലക്ഷ്യം നമുക്കറിയാം, ഇഖാമത്തുദ്ദീൻ എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ വളരെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി എന്ന് വിശദീകരിക്കുന്ന സൂറത്തു അശ്ശൂറയിലെ ആയത്ത് നമുക്ക് ഏവർക്കും അന്നഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി, ഇതാണ് ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം, ഇതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ചിന്ത, വീക്ഷണം, വിശ്വാസം, ഭാവന, അതുപോലെ തന്നെ അഭിരുചി, ധർമ്മം, സ്വഭാവം, നാഗരികത, നീതിന്യായം, യുദ്ധം, അനുരഞ്ജനം, അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ഇടപാടുകൾ എന്തൊക്കെയുണ്ട് ഇവിടെയെല്ലാം അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളോടുകൂടിയും ദൈവത്തിൻ്റെ അടിമത്വത്തിലും പ്രവാചകന്മാരുടെ സന്മാർഗ നിർദ്ദേശത്തിലും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും സ്ഥാപിക്കുകയും ചെയ്യുക. ഇതാണ് ഇഖാമത്തുദ്ദീൻ്റെ വിവക്ഷയായിട്ട് സയ്യിദ് മൗദൂദി ഇതിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നാം പ്രവർത്തനം ആരംഭിച്ച 1ാമത്തെ തീയതി മുതൽ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നാം പണിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ നമ്മളുടെ മാർഗം, ഇപ്പോൾ ലോകത്ത് ലക്ഷ്യം അൽ ഗായത്തു തുബരിറുൽ വസീല, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന വാദങ്ങൾ ലോകത്തെ പല ആളുകൾക്കുണ്ട്. പക്ഷേ ഇസ്ലാം അങ്ങനെ പറയുന്നില്ല.
എന്നല്ല. ഇസ്ലാം അൽ ഗായത്തുല തുബരിറുൽ വസീല എന്നാണ്. ലക്ഷ്യസാക്ഷാത്കാരത്തിന് ഏതു മാർഗവും സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാം കൈക്കൊള്ളുന്ന ഒരു നിലപാടേ അല്ല. മറിച്ച് നമ്മൾ ഈ ലക്ഷ്യത്തെ എങ്ങനെയാണ് മുഴുവൻ മനുഷ്യരോടും, അതായത് പ്രവാചകൻ ഒമാർ സല്ലാക്ക ഇല്ലാ കാഫത്തൽ ലിന്നാസ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ കുൽ അഊദു റബ്ബിന്നാസ് റബ്ബുന്നാസ് ലിൽ ആലമീൻ എന്ന് പ്രവാചകനെ കുറിച്ച് പറഞ്ഞതുപോലെ, റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞതുപോലെ, കുൽ അഊദു ബി റബ്ബിന്നാസ് എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് അന്നാസ് ജനങ്ങൾ ജനങ്ങൾ ജനങ്ങൾ. സയ്യിദ് മൗദൂദി പറയാണ് ഇത് മുഴുവൻ മനുഷ്യരോടുമുള്ള പ്രബോധനമാണ്. ഈ മുഴുവൻ മനുഷ്യരോടുമുള്ള പ്രബോധനത്തിൽ സാധാരണ നമ്മൾ കണ്ടുപോരാറുള്ളത് പാരമ്പര്യ മുസ്ലിങ്ങളോട് മാത്രം സംസാരിക്കുക, അങ്ങനെയല്ല. പാരമ്പര്യ മുസ്ലിങ്ങളോട് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്, മുഴുവൻ മനുഷ്യരുമാണ്. പാരമ്പര്യ മുസ്ലിങ്ങളോട് മാത്രമായി സംസാരിക്കുന്ന ശീലി, മുസ്ലിങ്ങളോടുള്ള നമ്മളുടെ താല്പര്യത്തിന് നിദാനം അവർ മുസ്ലിമായി പിറന്ന എന്നുള്ളതാണെങ്കിൽ, അവർ നമ്മളുടെ സമുദായമാണ് എന്നുള്ളതാണെങ്കിൽ അതൊരു വംശീയമായൊരു നിലപാടാണ്. അത് മാത്രമാണ് നമ്മളുടെ അങ്ങനെയല്ല. പിറന്നു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഈ ലോകത്തെ മനുഷ്യർ അവർ ഇസ്ലാം സ്വീകരിച്ചു യഥാർത്ഥത്തിൽ അനുധാവനം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ജൂതന്മാർ പറഞ്ഞ പോലെ ഞങ്ങൾ ജൂതന്മാർ നെഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് എന്ന്, ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രം വളർച്ചവൻ്റെ ആൾക്കാരാണ് എന്ന് പറയുന്ന ഒരു വംശീയമായ വാദം ജൂതരെ പോലെ നമ്മൾ കൈക്കൊള്ളുന്നില്ല. മറിച്ച് ഈ ലോകത്തുള്ള മനുഷ്യർക്കെല്ലാവരും അവർക്ക് ഇസ്ലാം ലഭിക്കേണ്ടതാണ്. മറ്റുള്ളവരിലേക്ക് ഇസ്ലാം പകരാനുള്ള സന്ദേശമായിട്ടാണ്, ഉപകരണമായിട്ടാണ്. ആ സന്ദേശം കൊടുക്കേണ്ടത് ഉപകരണമാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്നാണ് സയ്യിദ് മൗദൂദി ഇവിടെ വിശദീകരിക്കുക. അപ്പോൾ മുഴുവൻ മനുഷ്യരോടുമാണ് നമ്മളുടെ ഈ മാർഗത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മളുടെ ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക് സമുദായത്തോട് ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ സ്നേഹം, അതിലുള്ള അഭിമാനം നമുക്കുണ്ടാകുന്നതോടൊപ്പം മൊത്തം സമുദായത്തെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഉൾച്ചേർക്കാൻ വേണ്ടി, അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതിൽ ഏറെ പ്രധാനപ്പെട്ടത്. ഒപ്പം നമ്മുടെ മതസങ്കല്പം, മതം എന്നുള്ളത് ദീനീ സങ്കല്പം, നമ്മളുടെ ദീനീ സങ്കല്പം എന്താണ്? നമ്മളുടെ മതത്തെക്കുറിച്ചുള്ള സങ്കല്പം ശരിക്കും സയ്യിദ് മൗദൂദി വിശദീകരിക്കുകയാണ്. സത്യദീനിനെയും ഇഖാമത്തുദ്ദീനെയും കുറിച്ച സങ്കല്പത്തിലും നാമും മറ്റു ചിലരും തമ്മിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. നാം മതത്തെ കേവല പൂജാപ്പാട്ടുകളായോ ഏതാനും സവിശേഷമായ വിശ്വാസാചാരങ്ങളുടെ സമാഹാരമായോ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആചാരവും വിശ്വാസാചാരങ്ങളുടെ സമാഹാരമായോ മനസ്സിലാക്കുന്നില്ല. നമ്മളുടെ വീക്ഷണത്തിൽ ദീൻ എന്ന പദത്തിൻ്റെ അർത്ഥം ജീവിതമാർഗം, ജീവിതക്രമം എന്നൊക്കെയാണ്. ജീവിതമാർഗം, അതുപോലെ തന്നെ ക്രമം. ജീവിതമാർഗം, ജീവിതക്രമം, ജീവിതമാർഗവും ജീവിതക്രമവും, ഇതാണ് നമുക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള സങ്കല്പം. അവിടെ അതിനെ തുടർന്ന് വരുന്ന സാധനമാണ് പുതിയ കാലത്ത് വിഭജിക്കപ്പെട്ട മതവും രാഷ്ട്രീയവും എന്ന് പറയുന്ന സങ്കല്പം. മതത്തിന് രാഷ്ട്രീയത്തിൽ പ്രവേശനമില്ല, രാഷ്ട്രീയത്തിന് വേണമെങ്കിൽ ഇഷ്ടാനുസരണം മതത്തിൽ പ്രവേശിക്കാം എന്നൊക്കെയുള്ള പുതിയ കാലത്തെ വിരുദ്ധോക്തികളുണ്ട്, വ്യത്യസ്തമായ വാദങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ഇസ്ലാം പറയുന്നത് മതവും രാഷ്ട്രീയവും വിഭജിക്കപ്പെടണം. സയ്യിദ് മൗദൂദിക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു ഭാഗം കൂടിയാണത്. പക്ഷേ ഇസ്ലാമിനെ രാഷ്ട്രീയത്തിൽ നിന്ന്, സാമൂഹികതയിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കി അതിൻ്റെ ഉള്ളടക്കത്തെ തന്നെ ഷണ്ഡീകരിച്ചുകൊണ്ട് നിന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ വന്ന യുഗപുരുഷൻ, നവോത്ഥാന നായകനായിരുന്നു സയ്യിദ് അബുൽ അല മൗദൂദി എങ്കിൽ സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ അദ്ദേഹം ആ വാക്ക് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം കേവലം ആരാധ്യൻ മാത്രമായിരിക്കെ രാഷ്ട്രീയ ഹാക്കിമിയത്ത് കൂടി അവന് കൽപ്പിച്ചു കൊടുക്കാൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് തെളിവ് കിട്ടിയതെന്നാണ് ചിലർ ചോദിക്കുന്നത്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് തെളിവ്? രാഷ്ട്രീയത്തിലും പടച്ചോനാണ് ഇടപെടേണ്ടത് എന്നാണ്. രാഷ്ട്രീയ ഹാക്കിമിയത്ത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമാക്കുകയും മനുഷ്യൻ്റെ പരമാധികാരത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ശുദ്ധ ഖാരിജിയത്താണ്. അതായത് ചിലർ ഖവാരിജികൾ എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സയ്യിദ് മൗദൂദി പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെപ്പോലെ ഖാരിജികളും പറഞ്ഞത് വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ലെന്നാണ്. ഇതവരുടെ ജൽപ്പനമാണ്.
ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അവകാശം കേവലം ആരാധനയും പൂജയും മാത്രമല്ല, മറിച്ച് അനുസരണവും അടിമത്തവും കൂടിയാണ്. അവയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ പടച്ചവന് അനുസരണമില്ല, അതുപോലെ തന്നെ അടിമത്തമില്ല എന്ന് പറയുന്നത് അത് ശിർക്കിന് തുല്യമായൊരു കാര്യമാണ്. അവകാശത്തിൽ ദൈവികേതരരെ പങ്കാളികളാക്കുക എന്നാണ് അതിനർത്ഥം. ദൈവികേതരെ ആക്കലാണ് യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അഭീഷ്ടത്തിന് വിരുദ്ധമായി, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിരുപാധികം അനുസരിക്കപ്പെടുക എന്നത് പ്രവാചകൻ്റെ പോലും അവകാശമല്ലെങ്കിൽ, അള്ളാഹ്ക്ക് അത് പ്രവാചകന് മാത്രമാണ്, പ്രവാചകന് പോലും അങ്ങനെ അവകാശമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാധാരണ മനുഷ്യർക്കും അവർ രൂപകൽപ്പന ചെയ്ത നാഗരിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്കും അത് വകവെച്ചു കൊടുക്കാനാവുക? കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകന് പോലും അതിന് അള്ളാഹ് കൽപ്പിച്ചൊരു കാര്യത്തിൽ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത്. ഖിറത്തുമിൻ അംരിഹി എന്ന് വിശദ മക്കാനലഹും എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ മക്കാനലി നബീൻ എന്ന് വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ഒരു പ്രവാചകന് പോലും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അത്രത്തോളം പ്രധാനപ്പെട്ടൊരു ഭാഗമായത്? പുതിയ കാലത്ത്, പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ വിഭജനം ശക്തമായൊരു കാലത്ത് സയ്യിദ് മൗദൂദി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ മാർഗത്തിൻ്റെ വിഷയത്തിൽ അവസാനത്തെ ഒരു പോയിൻ്റായിട്ട് സയ്യിദ് മൗദൂദി വിശദീകരിച്ചിട്ട് പറയുകയാണ്, ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക, പക്ഷേ അതേസമയം ആ മാർഗം എങ്ങനെയാണ് നാം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തെയും ജീവിത വ്യവസ്ഥയുടെ അടിസ്ഥാനമായ ദൈവിക അടിമത്തത്തെയും കുറിച്ച് നമുക്കൊരു കൃത്യമായ മാർഗമുണ്ട്. വ്യത്യസ്ത കാരണങ്ങളാൽ പലർക്കും അതിനോട് അതൃപ്തിയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ വീക്ഷണപ്രകാരം സ്വന്തം അഭീഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസൃതമായി താനിച്ഛിക്കുന്ന രീതിയിൽ ദൈവത്തിന് അടിമത്തം സ്വീകരിക്കാൻ ഒരാൾക്കും അധികാരമില്ല, മറിച്ച് ഒരേ ഒരു രൂപം മാത്രമേ ഉള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു. അപ്പോൾ ഇത് അള്ളാഹുലേക്ക് അടുക്കണം, അള്ളാഹുലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്വയം നിലക്ക് നടക്കണോ? അള്ളാഹു പറഞ്ഞനുസരിച്ച് ചെയ്യണോ? അങ്ങനെയല്ല. ഖുർആൻ നേരിട്ട് മനസ്സിലാക്കണോ? അല്ലേ, പുതിയ കാലത്തുള്ള ഏറ്റവും വലിയ വാദതയുള്ള ഖുർആൻ മാത്രം മതി, അങ്ങനെയല്ല. മറിച്ച് ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് മില്ലത്ത്, ആ മാർഗമാണ് ശരീഅത്ത്. അതാണ് റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. ഈ മാർഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷ്യം, അള്ളാഹുവിലേക്കുള്ള ഈ ലക്ഷ്യം ഈ മാർഗത്തിലൂടെയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇത് വിശദീകരിച്ചുകൊണ്ട് ശരീഅത്ത് വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സ് നമ്മുടെ വീക്ഷണത്തിൽ വിശുദ്ധ ഖുർആൻ മാത്രമല്ല. ചിലരിപ്പോൾ ഖുർആൻ മാത്രവാദികളാണ്. പക്ഷേ ശരിക്കും ഈ ഖുർആൻ മാത്രമല്ല, മറിച്ച് നബിചര്യയും കൂടിയാണ്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് സ്വീകരിക്കാനുള്ള ശരിയായ മാർഗം നമ്മളുടെ വീക്ഷണത്തിൽ മനുഷ്യർ തങ്ങളുടെ വീക്ഷണപ്രകാരം ഖുർആനെയും ഹദീസിനെയും അങ്ങോട്ട് വായിക്കുകയല്ല, മറിച്ച് തൻ്റെ വീക്ഷണത്തെ ഖുർആനിനും ഹദീസിനും അനുസരിച്ച് വാർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രകാരം നമുക്കൊരു ലക്ഷ്യമുണ്ട്, അള്ളാഹുവിനുള്ള അടിമത്തം, അതുപോലെ നമ്മുടെ മതസങ്കല്പം. പക്ഷേ ഇത് നമ്മൾ ഒരു ലക്കും ലഗാനുമില്ലാതെ ആവിഷ്കരിക്കുന്നതല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലൂടെ നടന്ന് നമ്മൾ സാക്ഷാത്കരിക്കുന്ന ഒന്നാണ് എന്നാണ് 2-ാമത്തെ അധ്യായത്തിൽ സയ്യിദ് മൗദൂദി വിശദീകരിക്കുക. അപ്പോൾ 1-ാമത്തേതിൽ നമ്മുടെ പ്രബോധനത്തെക്കുറിച്ച് പറഞ്ഞു, 2-ാമത്തേതിൽ മാർഗത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചുമാണ് വിശദീകരിച്ചിട്ടുള്ളത്. പ്രസ്ഥാനത്തിൻ്റെ ധാർമ്മിക അടിത്തറ എന്നുള്ളതാണ് ഇതിലൊരു അടുത്ത ചർച്ചാ വിഷയമായി വരുന്നത്. ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഇതിൽ വിശദീകരിക്കുന്നുള്ളൂ. ഒന്ന്, മാനവിക ഗുണങ്ങൾ. 2-ാമത്തേത് ഇസ്ലാമിക ഗുണങ്ങൾ, ഇസ്ലാമിക മൂല്യങ്ങൾ. അതായത് മാനവിക ഗുണങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ. അപ്പോൾ മാനവിക മൂല്യങ്ങളും ഇസ്ലാമിക മൂല്യങ്ങളും എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു ചർച്ചയാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ വരുന്നത്. അപ്പോൾ മാനവിക ഗുണങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ആശയമാണ്. അപ്പോൾ മാനവിക ഗുണങ്ങൾ എന്നുള്ളത്, ഇപ്പോൾ മനുഷ്യർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ധീരത, അതുപോലെ തന്നെ ക്ഷമ, അതുപോലെ വിനയം, അതുപോലെ ഉദാരത, അതുപോലെ തന്നെ കൃത്യമായ ചില ഗുണങ്ങൾ വേറെയുമുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാശക്തി, കൃത്യനിഷ്ഠ, ആസൂത്രണബോധം, ലക്ഷ്യബോധം, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന വളരെ ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ മാനവിക ഗുണങ്ങളാണ്. അപ്പോൾ സയ്യിദ് മൗദൂദി പറയുന്നത് ഈ മാനവിക ഗുണങ്ങൾ അത് ഏത്
സംഘമാകട്ടെ സംഘം വ്യക്തി. ഈ മാനവിക ഗുണങ്ങളില്ലെങ്കിൽ ഏത് കൂട്ടർക്കും മാനവിക ഗുണമുണ്ടാകുന്ന പക്ഷം അവർ വിജയിക്കും. അതായത് അടിസ്ഥാന ഗുണങ്ങളുള്ളൊരു കൂട്ടർ, അവർക്കിപ്പോൾ ഇസ്ലാമിക ഗുണങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ പോലും അവർ അത് അടിസ്ഥാന മാനവിക ഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, ഖിയാറുഹും ഫിൽ ജാഹിലിയത്തി ഖിയാറുക്കും അന്നാസുക്കൽ മആദിൻ ഖിയാറുഹും ഫിൽ ജാഹിലിയത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം. ജാഹിലിയത്തിലെ ഖിയാറുകൾ, ജാഹിലിയത്തിലെ നല്ല മനുഷ്യർ തന്നെയാണ് ഇസ്ലാമിലെയും നല്ല മനുഷ്യരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് അടിസ്ഥാനപരമായി ഈ മാനവിക ഗുണങ്ങൾ, ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന ഇപ്പോൾ ധീരത, ഉദാരത, പരക്ഷേമ തൽപരത, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ഒരു കൃത്യനിഷ്ഠ വ്യവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന മാനവിക ഗുണങ്ങളുണ്ട്. ഈ മാനവിക ഗുണങ്ങൾ വ്യക്തികൾക്ക് ആവശ്യമാണ്. അതൊരു ഇസ്ലാമിക മൂല്യങ്ങൾക്ക് മുന്നോടിയായി തന്നെ ആവശ്യമാണ്. ഈ മാനവിക ഗുണങ്ങളുള്ള ഇപ്പോൾ ഇന്ന് ലോകത്ത് മുന്നിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സയ്യിദ് മൗദൂദി പറയുന്നത്, ചരിത്ര സന്ദർഭങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ മൗദൂദി അതിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മളുടെ വിശദമായ വായന കൂടി ഇതിൻ്റെ കൂടെ നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതേസമയം ഈ ഇസ്ലാമിക ഗുണങ്ങൾ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുക? ഇസ്ലാമിക ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ഷമ ഒരു ഗുണമാണ്. പക്ഷെ ക്ഷമയിലേക്ക് ഇസ്ലാമിക മൂല്യം വരുമ്പോൾ എത്ര ക്ഷമിക്കാം എന്നുള്ളതിനൊരു പരിധി ഉണ്ടാവും. എത്ര ക്ഷമിക്കാം, അപ്പോൾ എത്ര ക്ഷമിക്കുന്ന ഒരാളും ഒരു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് നമ്മുടെ നാട്ടിലെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ പിന്നെ ക്ഷമ ഒഴിവാക്കാനുള്ളൊരു കാരണം അയാൾക്കുണ്ടാവും. പക്ഷെ അപ്പോഴും ക്ഷമ എന്തിന് എന്നുള്ളത് പഠിപ്പിക്കുമ്പോഴാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു മൂല്യവുമായിട്ട് അല്ലാഹ് ഈ ക്ഷമയെ ചേർത്ത് വെക്കുന്നത്. അയ്യുഹല്ലദീന ആമനുസ്ബിറു, അല്ലെങ്കിൽ വിശ്വസിച്ചവരെ, നിങ്ങളുടെ ക്ഷമ വേറെ തന്നെയാണ്, നിങ്ങളുടെ പ്രതീക്ഷ വേറെയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ വരാനിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ പ്രതിബദ്ധങ്ങൾ തീരും, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ പുലരും എന്നൊക്കെയുള്ള നിങ്ങൾ ക്ഷമിച്ചിരിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ക്ഷമയ്ക്ക് കരുത്തേകുന്ന ഒന്നാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന ഇസ്ലാമിക മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ധൈര്യം. മാനവിക ഗുണങ്ങളിൽപ്പെട്ടൊരു സാധനമാണ് ധൈര്യം. അപ്പോൾ ഈ ധൈര്യം ഇല്ലാത്ത ഒരു മുസ്ലിം, ഇസ്ലാമിക ഗുണങ്ങളൊക്കെ ഉണ്ട് അയാൾക്ക്, പക്ഷേ ധൈര്യമില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു സമൂഹത്തിൽ ഒരു സംഘവും വ്യക്തിയും എന്നുള്ള നിലക്കുള്ളൊരു ക്വാളിറ്റി അയാൾക്കില്ലാതെ പോകുന്നു. ഒരു മാനവിക ഗുണം, മാനവിക മൂല്യം എന്നുള്ള ഒരു ധൈര്യം അയാൾക്കില്ലാതെ പോകുന്നു. പക്ഷേ ധൈര്യമുള്ള ഒരാൾ പല കാര്യത്തിനു വേണ്ടി ധൈര്യമുള്ള ആളാകാം, തെറ്റായ കാര്യത്തിന് വേണ്ടി ധൈര്യമുള്ള ആളാകാം, ലോകത്തെ മുഴുവൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ധീരനായിട്ട് നടക്കാം. പക്ഷേ ഇസ്ലാം അതിനോട് നിങ്ങൾ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ, ഈ ലോകത്തുള്ള തിന്മകൾക്കെതിരെ പോരാടാൻ നിങ്ങളുടെ ധീരത ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടിനെയും ചേർത്ത് വെക്കുകയാണ്. മാനവിക ഗുണങ്ങൾ അടിസ്ഥാനം. സയ്യിദ് മൗദൂദി അതിനെ ഏറ്റവും അവസാനം ഇത് രണ്ട് ഗുണങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഭൗതിക ശക്തിയും ധാർമ്മിക ശക്തിയും തമ്മിലുള്ള, അതായത് മാനവിക ഗുണങ്ങളും ഇസ്ലാമിക മൂല്യങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഖുർആനും ചരിത്രവും പഠിച്ചതിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ധാർമ്മിക ശക്തി കേവല മാനവിക മൂല്യങ്ങളെ മാത്രം ആശ്രയിക്കുമ്പോൾ, ഈ ലോകത്തെ ഭൗതിക ശക്തി എന്നുള്ളത് കേവല മാനവിക ഗുണങ്ങളെ മാത്രം ആശ്രയിക്കുമ്പോൾ ഭൗതികോപാധികളും വിഭവങ്ങളും വൻ പ്രാധാന്യം കൈവരിക്കുന്നു. എത്രത്തോളം എന്നാൽ വമ്പിച്ച ഭൗതിക ശക്തി ഉണ്ടെങ്കിൽ ചെറിയ ധാർമ്മിക ശക്തി കൊണ്ട് തന്നെ ലോകത്ത് പ്രഭാവം നേടാൻ കഴിഞ്ഞേക്കാം. മറുവശത്ത് മാനവിക മൂല്യങ്ങളുടെ കാര്യത്തിൽ അനിതര സാധാരണമായ മികവ് പുലർത്തിയാലും ഭൗതിക ശക്തിയില്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു പോകാനും ഇടയുണ്ട്. എല്ലാ ഈമാനും ഇസ്ലാമും ഒക്കെ ഉള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഭൗതിക ഗുണങ്ങളും ഭൗതികമായ ശക്തിയും ഇല്ലാത്ത കൂട്ടര് പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം ധാർമ്മിക ശക്തിയിൽ മാനവികവും ഇസ്ലാമികവുമായ മൂല്യങ്ങളുടെ ചേരുവ, ധാർമ്മികം പ്ലസ് ഭൗതികം പ്ലസ് ഇസ്ലാമികം, ഇങ്ങനെ ഒരു ചേരുവ ഉണ്ടായാൽ, ഈ ചേരുവ ഉണ്ടാകുന്ന പക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ശക്തി അല്പം കുറഞ്ഞാലും, അതായത് കട്ടക്ക് നിൽക്കുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, അതായത് ഒരേപോലെ തന്നെയുള്ള ശക്തികൾ ആകണമെന്നില്ല. നിങ്ങൾക്ക് ധാർമ്മികവും ഇസ്ലാമികവുമായ ശക്തിയുണ്ട്, ഭൗതികമായി കുറച്ചൊക്കെ ശക്തിയുണ്ട്.
അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾക്ക് മികവ് പുലർത്തുന്ന വിഭാഗത്തെ ഒരുപാട് ഭൗതിക ശക്തിയുള്ള ആളുകളെയും അവരെ അതിജയിക്കാൻ അവർക്ക് സാധിക്കും. അതായത് അടിസ്ഥാന മാനവിക മൂല്യങ്ങളുടെ 100% ഭൗതിക ശക്തി ആവശ്യമാണെങ്കിൽ ഇസ്ലാമികവും മാനവികവുമായ മൂല്യങ്ങളുടെ സംയുക്ത ശക്തിയുടെ കൂടെ 25% ഭൗതിക ശക്തി മാത്രം മതിയെന്നാണ്. അതായത് ഇസ്ലാമികമായ ഗുണങ്ങൾ, ധാർമ്മികമായ ഗുണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഭൗതിക ഗുണങ്ങൾ ഉണ്ടായാൽ ഈ ലോകത്ത് വിജയം വരൂ എന്നില്ല. മറിച്ച് ഇതൊരു 75ഉം ഇതൊരു 25ഉം ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് വിജയിക്കാവുന്ന ഒരു ഫോർമുലയെക്കുറിച്ചാണ്. ഇത് നേരിട്ട് 75-25 എന്നുള്ളതല്ല, ഉദാഹരണ സഹിതം സയ്യിദ് മൗദൂദി അത് വിശദീകരിക്കുകയാണ്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളിൽ 20 ക്ഷമാലുക്കൾ ഉണ്ടെങ്കിൽ അത് 200 പേരെ അതിജയിക്കും എന്ന് പറയുന്നുണ്ട്. 20, അപ്പോൾ അത് 1:10 1:10 അതിൻ്റെ അനുപാതം എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു 1:2 അത് ചുരുക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അത് ആ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച്. അപ്പോൾ ക്വാളിറ്റി കൂടുതലുള്ളൊരു ഘട്ടത്തിൽ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ 20 ഉണ്ടെങ്കിൽ 200-ന് അതിജയിക്കാൻ പറ്റും. പക്ഷേ പിന്നീട് പറഞ്ഞു 10 ഉണ്ടെങ്കിൽ 20-ന്, 100 ഉണ്ടെങ്കിൽ 200-ന്. അപ്പോൾ അത് ഓരോ ഇസ്ലാമിക ഗുണങ്ങൾ കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഭൗതികമായി നിങ്ങൾക്ക് ഒരുപാട് കോപ്പുണ്ടെങ്കിൽ മാത്രമുള്ള ഒരു പ്രതീക്ഷ നിലനിർത്താനേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് സമാപിച്ചുകൊണ്ട് സയ്യിദ് മൗദൂദി പറയാണ്, ഇനി ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിത്തറകളെ വ്യക്തമായും അനാവരണം ചെയ്യണം. കാരണം ഇക്കാര്യത്തിൽ പൊതുവെ മുസ്ലിങ്ങളുടെ സങ്കല്പം കാലുഷ്യമുക്തമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ കാലുഷ്യത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക മൂല്യങ്ങൾ എന്നാൽ യഥാർത്ഥത്തിൽ എന്തിൻ്റെ പേരാണെന്നും ആ വശത്ത് മനുഷ്യരുടെ ശിക്ഷണത്തിനും പൂർണ്ണതയ്ക്കും വേണ്ടി എന്തൊക്കെ കാര്യം, ഇനിയിപ്പോൾ അടുത്ത അധ്യായങ്ങൾ നമ്മൾ വരുന്നത് അതിലേക്കാണ്. ഇസ്ലാമ മൂല്യങ്ങളെന്നും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് എന്താണ് എന്നുള്ളത് പോലും അറിയാത്തൊരു പ്രശ്നം മുസ്ലിം കമ്മ്യൂണിറ്റിക്കുണ്ട് എന്നാണ് സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഇസ്ലാമിക മൂല്യങ്ങൾ എന്നുള്ളത് എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് അടുത്ത അധ്യായങ്ങളിൽ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായി നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. സയ്യിദ് മൗദൂദിയുടെ മറ്റ് രചനകളിൽ വളരെ വിശാലമായി തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 4 അടിത്തറ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് അതിൻ്റെ ഒരു അടിത്തറയോ മടിയെന്ന് തന്നെ തുടങ്ങുക. ഈമാനാണ് ഇതിൻ്റെ അടിത്തറ, ഇസ്ലാമിക മൂല്യങ്ങളുടെ. അതായത് ഈമാൻ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ ഇതിലില്ലെങ്കിൽ എന്തിനാണ് പടച്ചോനിൽ വിശ്വസിക്കേണ്ടത്? എന്തിനാണ് പരലോകം ഉണ്ടാവേണ്ടത്? എന്തിനാണ് പ്രവാചകന്മാരുടെ ആവശ്യം? എന്തിനാണ് ഇങ്ങനെ ഒരു കിതാബുകളുടെയൊക്കെ ആവശ്യം? മലക്കുകൾ എന്തിനാണ്? വിധിയിലുള്ള വിശ്വാസം എന്താണ്? ഈ ഈമാൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ഇസ്ലാമിക കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇസ്ലാമിക ഇപ്പോൾ നമ്മൾ ഈമാൻ കാര്യം 6 ഇസ്ലാം കാര്യം 5 എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ബേസ് ഇതാണ്. അപ്പോൾ ഈ ഈമാനിൽ നിന്നാണ് ഈ ഇസ്ലാം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഈമാനും ഇസ്ലാമും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈമാനും ഇസ്ലാമേ ഉള്ളൂ, അപ്പോൾ തന്നെ ഒരു മുസ്ലിമായി എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ സാധാരണ ഒരു സെൻസസ് മുസ്ലിങ്ങളായിട്ട് നിലനിൽക്കാനുള്ള കാരണം, സാധാരണ എങ്ങനെയെങ്കിലും ഒരു ജീവിതം അതിൽ ഈ ഈമാനും ഇസ്ലാമും അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കുന്നില്ല. കാരണം ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് തഖ്വ. ഈമാനും ഇസ്ലാമും തഖ്വ വളരെ അടിസ്ഥാനപ്പെട്ടൊരു കൺസെപ്റ്റാണ്. ഈ സൂക്ഷ്മത എന്നുള്ളതാണ്. ഈ ഈമാനും ഇസ്ലാമും വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില സൂക്ഷ്മതകളുണ്ട്. ചിലയിടങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല, ചിലയിടങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും പ്രവേശിക്കേണ്ടി വരും, ചിലത് നിങ്ങൾ സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. അതാണ് തഖ്വയുടെ യഥാർത്ഥാർത്ഥം ദൈവഭക്തി എന്നുള്ളതിനേക്കാൾ സൂക്ഷ്മത എന്നാണ്. 4-മത്തൊരു ഘട്ടം സയ്യിദ് മൗദൂദി പറയുന്നത് ഇഹ്സാൻ. അതായത് സൂക്ഷ്മത മാത്രമല്ല, ആരെങ്കിലും കാണോ എന്നുള്ള സൂക്ഷ്മതയും പടച്ചോൻ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പേടി മാത്രമല്ല, ഇഹ്സാൻ. നമ്മൾ പടച്ചോനെ കാണുന്നെങ്കിൽ പടച്ചോൻ നമ്മളെ കാണുന്നുണ്ട്, അതുകൊണ്ട് മാക്സിമം പെർഫെക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നിസ്കരിക്കണം എന്നുള്ളത് പടച്ചോന് കൊടുക്കേണ്ടുന്ന ഒരു ഈമാനികമായി തന്നെ നമ്മുടെ പടച്ചോന് കൊടുക്കേണ്ടുന്ന അനുസരണത്തിൻ്റെ അടിമത്തത്തിൻ്റെ ഭാഗമാണ്. നിസ്കരിക്കുന്നു എന്നുള്ളത് അതിൽ ഇസ്ലാം കാര്യമാണ്. തഖ്വ എന്നുള്ളത് അതിൽ എപ്രകാരം നിസ്കരിക്കുന്നോ അത്
പരമാവധി വത്തക്കുള്ള അള്ളാഹുവിനോടുള്ള പരമാവധി ആ സൂക്ഷ്മത, ജീവിതത്തിലെ മറ്റ് 23.5 മണിക്കൂറിലും ഈ അരമണിക്കൂറിലും മൊത്തം 5 നേരത്തെ നിസ്കാരം എങ്ങനെയാണോ നമുക്ക് ഉപകാരപ്പെടേണ്ടത് എന്നുള്ളത് നമുക്ക് സൂക്ഷ്മമായ ജീവിതത്തെ നിയന്ത്രിക്കാൻ നമുക്ക് പരിശീലനം നൽകുന്ന ഒന്നാണ് തഖ്വ. പക്ഷെ അതേസമയം ഇഹ്സാനാകട്ടെ, ഇഹ്സാൻ എന്ന് പറയുന്നത് കുറേ കൂടി അപ്പുറം. നിങ്ങൾ അള്ളാഹു ഒരു വ്യക്തിയിൽ നിന്ന് എന്തുദ്ദേശിക്കുന്നുവോ അത് അയാൾ മണിയായി ചെയ്യുക. അയാൾ വളരെ സുന്ദരമായി അയാളുടെ ജീവിതത്തിൽ ഇഹ്സാനോടുകൂടി വളരെ പ്രൊഫഷണലായി നമ്മൾ കാര്യം ചെയ്യുക എന്നുള്ളതിന് അറബി ഭാഷയിൽ ഇഹ്സാൻ എന്ന് പറയാം. പക്ഷേ ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനായി വരുന്ന ആ ഒരു ഈമാനും ഇസ്ലാമും ഇഹ്സാനും എന്താണെന്ന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ പടച്ചോനെ കൺമുന്നിൽ പടച്ചോനുണ്ട് എന്ന് കരുതിയിട്ട് നീ ഇങ്ങനെ ചെയ്യുക. പക്ഷെ അതേസമയം നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ബോധമാണ്. അപ്പോൾ ഇഹ്സാൻ എന്നുള്ള നിലയിൽ ഈ 4 അടിസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇസ്ലാമിക മൂല്യങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാത്ത പക്ഷം ഇത് വിശദീകരിച്ചുകൊണ്ട് സയ്യിദ് മൗദൂദി ഇതിനെ അവസാനിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ രസകരമായ ഒരു ഈ തഖ്വയെക്കുറിച്ചും ഇഹ്സാനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം, യഥാർത്ഥ തഖ്വയും കൃത്രിമ തഖ്വയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നല്ല ശുചിത്വ ബോധവും വൃത്തിയെക്കുറിച്ച് ശ്രദ്ധയുമുള്ള ഒരാൾ, അതായത് നല്ല ബോധമൊക്കെ ഉള്ള ഒരാളാണ്, പക്ഷെ അയാൾ വൃത്തികേടും മാലിന്യവും ഏതു രൂപത്തിൽ കണ്ടാലും അതിനെ വെറുക്കുകയും അതുപോലെ തന്നെ ശുദ്ധമായതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. നല്ല ശുചിത്വബോധമുള്ള മനുഷ്യന്മാർ അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ എന്നാൽ അതിന് വിപരീതമായി ശുചിത്വബോധമില്ലാത്ത മറ്റൊരാൾ എവിടെ നിന്നോ മാലിന്യങ്ങളുടെയും ശുചിത്വത്തിൻ്റെയും ഒരു പട്ടിക സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ പരാമർശിച്ച മാലിന്യങ്ങളിൽ നിന്ന് മാത്രം വിട്ടു നിൽക്കുകയും എന്തുകൊണ്ടോ അതിൽ പരാമർശിക്കാതെ പോയി എന്ന കാരണത്താൽ യഥാർത്ഥത്തിൽ അകന്നു നിൽക്കേണ്ടുന്ന കൂടുതൽ അവിശുദ്ധമായ മറ്റനേകം മാലിന്യങ്ങളിൽ അയാൾ മൂക്കറ്റം മുങ്ങിക്കുളിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് കുറച്ചിങ്ങനെ ഈ നിസ്കാര പട്ടിക മറ്റു കുറച്ച് സംഗതികൾ ഇതൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചു പോലല്ല, മറിച്ച് ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്, ഇതുകൊണ്ടുണ്ടാകേണ്ടുന്ന എന്നിലുള്ള ഇസ്ലാമിക മൂല്യം എന്താണ് എന്ന് അയാൾക്ക് ഈമാനും ഇസ്ലാമും തഖ്വയും ഇഹ്സാനും എന്നുള്ള ഈ ഗുണങ്ങൾ മുഖേന ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നു എന്നാണ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രവർത്തന ശൈലി എന്നുള്ളതാണ് ഇതിലെ 5ാമത്തെ ടോപ്പിക്ക്, ഈ 5ാമത്തെ പാഠം, 5ാമത്തെ അധ്യായം വരുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് പറയാവുന്നൊരു സാധനമാണ് നമ്മുടെ തർബിയത്ത് വ്യവസ്ഥ. ഇത് വളരെ ചെറിയ അധ്യായങ്ങളാണ്, നമ്മുടെ പ്രവർത്തന ശൈലിയും നമ്മുടെ തർബിയത്ത് വ്യവസ്ഥയും. അപ്പോൾ നമ്മുടെ പ്രവർത്തന ശൈലി, നമ്മൾ നേരത്തെ 1ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ലക്ഷ്യവും മാർഗവും ഏത് പ്രബോധനമാണ് നമ്മൾ നടത്തുന്നത്, ഏത് അടിമത്തത്തിലേക്കും അനുസരണത്തിലേക്കുമാണ് നമ്മൾ ക്ഷണിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് 1ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മളുടെ പ്രവർത്തന ശൈലി എന്നുള്ളത് തീർത്തും പ്രവാചകന്മാരാണ് നമുക്ക് റോൾ മോഡൽ. അതാണ് സയ്യിദ് മൗദൂദിയിൽ വിശദീകരിക്കുന്നത്. നമ്മുടെ പ്രബോധന ശൈലി എന്ന് പറയുന്നത് നമ്മുടെ പ്രബോധന ശൈലിയുടെ മാർഗത്തിലും മാതൃക പ്രവാചകരെ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന എന്ന സൂറത്തു അൻ-നഹ്ലിലെ ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സയ്യിദ് മൗദൂദി പറയാണ്, പ്രവാചകരെ യുക്തിപൂർവമായും ശ്രേഷ്ഠമായ സതുപദേശങ്ങൾ നൽകിയും നീ നിൻ്റെ നാഥൻ്റെ സരണിയിലേക്ക് പ്രബോധനം ചെയ്യുക. നല്ല ഉത്കൃഷ്ടമായ രീതിയിൽ ജനങ്ങളോട് വജാദിലുഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കുക. ഇത് ആളുകളോട് പറയുന്നതിൻ്റെ ഒരു ശൈലിയുണ്ട്. അപ്പോൾ നമുക്ക് ദവാബന്ധം, അതുപോലെ തന്നെ ഇസ്ലാം ബാക്കിയുള്ളവർക്ക് എത്തിക്കുക, ഇത് നമ്മൾ അവരുടെ ഗുണകാംക്ഷികളാണ്. അദ്ദീനു അൻ നസീഹ എന്നാണ്. ദീൻ എന്നുള്ളത് ഗുണകാംക്ഷയാണ്. അപ്പോൾ മറ്റൊരാൾക്ക് ഇസ്ലാം മനസ്സിലാകുന്നു, എനിക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ അവന് മനസ്സിലാകാൻ ടൈം എടുക്കും, അതുപോലെ തന്നെ ഞാൻ അവനെ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രബോധന ശൈലിയിൽ ഈ ദീൻ എന്നുള്ളതൊരു ഗുണകാംക്ഷയാണ്. പ്രവാചകന്മാർ ഗുണകാംക്ഷികളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് സയ്യിദ് മൗദൂദിയിൽ. അതായത് അത്രയേറെ പീഡനപർവങ്ങളും പ്രയാസങ്ങളും നേരിട്ടൊരു കാലത്തും ജിബ്രീൽ അലൈഹി സ്വലാമൊക്കെ ചോദിക്കുന്നുണ്ട്, ഇക്കൂട്ടരെ ഇവർക്കുമേൽ മല തള്ളിയിടട്ടെ എന്ന് ചോദിക്കേണ്ടി വരുന്ന സമയത്തും അല്ലാഹുമ്മ ഗഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, ഇവർ അറിവില്ലാത്തൊരു കൂട്ടരാണ് എന്ന് അവരെക്കുറിച്ച് കരുതാനുള്ള ഒരു പ്രബോധന ശൈലി
ഒരു പ്രവർത്തന ശൈലി നമ്മളുടെ നിലപാടിൽ കൊണ്ടുവരും എന്നുള്ളതാണ് സയ്യിദ് മൗദൂദി ഇതിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം എന്നാൽ ഭർസനങ്ങൾക്കും കല്ലേറുകൾക്കും മറുപടിയായി സൽപ്രാർത്ഥന നടത്താൻ പഠിപ്പിക്കുകയും അക്രമങ്ങളും ദ്രോഹങ്ങളും ക്ഷമിക്കുകയും അജ്ഞാനികളോട് അനാവശ്യമായ ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടത്തി സമയം പാഴാക്കാതെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവരമില്ലാത്തവരോട് കുറേ ചർച്ചകൾ നടത്തിയിട്ട് സമയം പാഴാക്കരുത്. വായരുത് അനിൽ ജാഹിലി, വിവരമുള്ളവരോട് സംസാരിക്കണം. വിവരമില്ലാത്ത വെറും തല്ലുകൂടൽ മാത്രം ലക്ഷ്യമാക്കിയ ആളുകളോട് വെറുതെ കുറേ സംസാരിക്കുക എന്നുള്ളതും വായരുത് അനിൽ ജാഹിലീൻ. ജാഹിലിയത്ത് എന്നുള്ളത് അക്രമം ഉദ്ദേശിച്ചുകൊണ്ട് അജ്ഞാനം മുഖമുദ്രയാക്കി നടക്കുന്ന ആളുകളെ കുറിച്ച് കൂടി പറയുന്ന ഒരു ഭാഗമാണ്. അതായത് ഭൗതിക മാനദണ്ഡ പ്രകാരം എത്ര തന്നെ അവഗണിക്കാൻ പറ്റാത്തവരാണെങ്കിലും സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരുടെ പിറകെ കൂടരുത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഭൗതിക മാനദണ്ഡ പ്രകാരം ഈ ലോകത്ത് ബാക്കിയുള്ളവരും മുമ്പിൽ ഭയങ്കര സ്ഥാനവും പദവിയൊക്കെ ഉള്ള മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ അവരെ അവഗണിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷെ സത്യത്തോടെ പുറംതിരിഞ്ഞു തന്നെ നിൽക്കണം അവർ. അതായത് സത്യം സ്വീകരിക്കണമെന്ന് ആഗ്രഹമില്ല, അതിനെതിരെ നിന്ന് അതിനെ ശക്തമായി പ്രവർത്തിക്കുന്ന അവരുടെ പുറകെ കൂടരുത്. കാരണം അല്പമെങ്കിലും സത്യകാംക്ഷ മനസ്സിൽ സൂക്ഷിക്കുന്നവരിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിയേണ്ടത്. സത്യത്തോടൊരു കാംക്ഷ, അതിനോടൊരു ആഗ്രഹം എങ്കിലുള്ള മനുഷ്യന്മാർ ഒരുപാടുണ്ട്. അവരിലേക്ക് നിങ്ങൾ പോകൂ എന്നുള്ളത് സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ മുഴുവൻ പ്രയത്നങ്ങളെയും ലോകമാന്യത്തിൽ നിന്നും പ്രകടനവാഞ്ഛയിൽ നിന്നും വാഞ്ചയിൽ നിന്നും ബാക്കിയുള്ളവരിങ്ങനെ കാണണം, നമ്മൾ ഈ ദഅ്വ നടത്തുന്നതും ബാക്കിയുള്ളവരെ കാണിക്കാനും മറ്റും ആകുന്നതിൽ നിന്ന് പോലും, പ്രത്യേകിച്ചും അള്ളാഹുവിലേക്കുള്ള ദഅവത്തായിട്ട് പോലും അത് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ഒപ്പം നമ്മുടെ പ്രവർത്തന ശൈലിയാണെങ്കിൽ നമ്മളുടെ തർബിയത്ത് വ്യവസ്ഥ, ഈ തർബിയത്ത് വ്യവസ്ഥ ഈ സാധാരണഗതിയിൽ സൂഫി ഖാൻഗാഹുകളിൽ മറ്റൊക്കെ ഇങ്ങനെ പോയിരുന്ന് ഷെയ്ഖിന് വസിയത്തൊക്കെ ചെയ്ത്, അതല്ലെങ്കിൽ ഷെയ്ഖിൻ്റെ വസിയത്തുകൾ സ്വീകരിച്ച് ഷെയ്ഖിനോട് വയ്യത്ത് ചെയ്ത് ഇങ്ങനത്തുള്ള രീതിയല്ല നമ്മളുടെ തർബിയത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മളുടെ തർബിയത്ത് വ്യവസ്ഥ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് കേട്ടോ. നമ്മളുടെ പ്രബോധനം തന്നെയാണ് നമ്മളുടെ തർബിയത്തിൻ്റെ ഒന്നാമത്തെ ടൂൾ. അതായത് തർബിയത്തിൻ്റെ ഒന്നാമത്തെ ടൂൾ എങ്ങനെയാണ് പ്രബോധനമാവുക, ദഅവത്താവുക എന്ന് വെച്ചാൽ, നമ്മൾ സത്യം ആളുകളോട് എത്തിക്കുമ്പോൾ ആ സത്യം നമ്മളിലുണ്ടോ എന്ന് ആളുകൾ നോക്കും. അതായത് ഞാൻ ആളുകളോടൊരു നന്മ കൽപ്പിക്കുമ്പോൾ ഇത് നമ്മൾ പറയുന്നു എന്നുള്ളത് നമ്മൾ തർബിയത്തുണ്ടാകാൻ കൂടുതൽ കാരണം. ദഅവ നടത്തുന്ന ആൾക്ക് കൂടുതൽ നല്ല തർബിയത്ത് കൈവരും എന്നാണ് സയ്യിദ് മൗദൂദി പറയുന്നത്. അതായത് ആളുകളോട് നല്ലത് പറയുന്ന ഒരാൾ അയാളിൽ നല്ലതുണ്ടാകാൻ ബാധ്യസ്ഥനാവും. അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും, നിന്നിൽ പോലും ഇല്ലാത്ത ഗുണങ്ങളാണോ നീ നാട്ടുകാരോട് പറയുന്നതെന്ന്. അപ്പോൾ അയാളിൽ ദോഷമുണ്ടെങ്കിലും തിരുത്താനുള്ള അവസരമായിരിക്കും അയാൾ എപ്പോഴും നടത്തുന്ന സതുപദേശം എന്നാണ്. അപ്പോൾ ചില ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഒരു ഗുണമില്ലാന്ന് കരുതി നാട്ടുകാരോട് ഒന്നും പറയാൻ നടക്കുന്ന ആൾക്കാരാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടതെന്നാണ് സയ്യിദ് മൗദൂദി പറയുന്നത്. ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരോട് നല്ലത് ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടാവും. പക്ഷേ മറ്റുള്ളവരത് നമ്മളോടും പറഞ്ഞു തരും. അപ്പോൾ നമുക്കത് തിരുത്താൻ, അപ്പോൾ അത് മോശപ്പെട്ടൊരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വീഴ്ചകളുണ്ടെങ്കിലും നമ്മൾ ദാഇകളായാൽ, നമ്മൾ പ്രബോധകരായാൽ, മറ്റുള്ളവരെ ഗുണദോഷിക്കുന്ന ആളായാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ നമ്മൾ ഉപദേശിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തൂ, നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഉഷാറാക്കൂ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് നിൻ്റെ സാമ്പത്തിക ജീവിതം ഉഷാറാണോ എന്ന് നമ്മളോടും ഇനി നാട്ടുകാർക്ക് തന്നെ നമ്മളോടും ചോദിക്കാനുമുള്ള ഒരു അവസരമാണ് നാം പ്രബോധനം നിർവഹിക്കുന്നതിലൂടെ വരുന്നത് എന്നാണ് സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്നത്. അതായത് അവൻ്റെ ചുറ്റുമുള്ള നൂറുകണക്കിന് കണ്ണുകൾ സൂക്ഷ്മദർശിനി വെച്ച് അവൻ്റെ ജീവിതത്തെ വിലയിരുത്തുമെന്നതിൽ സംശയമില്ല. നോക്കൂ നിങ്ങൾ, അതായത് ബാക്കിയുള്ളവരിങ്ങനെ നോക്കും, എന്താണ് ഇവനുള്ള വലിയ ആൾ, അപ്പോൾ ഇവനെ നമുക്കൊന്ന് നോക്കിക്കളയാൻ തോന്നും. അത് നിങ്ങൾക്ക് നല്ലതാണ് ഇസ്ലാമികമായി. നിങ്ങളെ ബാക്കിയുള്ളവരിങ്ങനെ വിലയിരുത്തുക മോശപ്പെട്ടൊരു കാര്യമോ നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടോ ആയി നിങ്ങൾ കരുതരുത്. മാത്രമല്ല ചുറ്റിലുമുള്ള നാവുകൾക്ക് ഒരിക്കലും വീഴ്ച പറ്റുകയുമില്ല നിങ്ങളുടെ ന്യൂനത പറയുന്നിടത്ത്. എപ്പോഴും നിങ്ങളുടെ വീഴ്ചകൾ അവർ പറയുന്നത്, എന്താണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയെന്ന് ചോദിക്കും ആളുകൾ. അപ്രകാരം ഒരു മനുഷ്യനെ തേച്ചു മിനുക്കുന്നതിലും വൃത്തിയാക്കുന്നതിലും ഒട്ടേറെ ദൈവദാസന്മാർ ഉദ്ദേശപൂർവമോ അല്ലാതെയോ, ചിലപ്പോൾ നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം നിങ്ങളെ നന്നാക്കിയെടുക്കുന്നതിൽ നിങ്ങളൊരു മനുഷ്യരെ ഉപദേശിക്കുന്നു, നിങ്ങൾ ദഅവ നടത്തുന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ തർബിയത്തിൻ്റെ കാരണമായി വരുന്നു. ഒരു പ്രബോധകന് പൂർണ്ണതയിലേക്ക് മുന്നേറാൻ തൻ്റെ നിരൂപകരുടെ വേതനം പറ്റാത്ത ഈ സേവനത്തേക്കാൾ പ്രയോജനകരമായി മറ്റൊന്നുമില്ല. ഇതാണ് നമ്മുടെ തർബിയത്ത് വ്യവസ്ഥ. നമ്മൾ ഇപ്പോൾ ദഅവ നടത്തണം, മറ്റുള്ളവരോട് ഇസ്ലാഹ് നടത്തണം എന്ന് പറയുന്നതിൻ്റെ വളരെ ഈ പ്രബോധനം തന്നെ വ്യത്യസ്ത രൂപം പറഞ്ഞല്ലോ. മുസ്ലിങ്ങളോട് നടത്തുന്ന നല്ല കാര്യത്തെയും പ്രബോധനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തർബിയത്ത് ടൂളാണ്. തർബിയത്ത് ടൂള് 2, രണ്ടാമത്തത് സംഘടനാ വ്യവസ്ഥ. സംഘടനാ വ്യവസ്ഥയിൽ ചേരുന്ന പ്രകാരം നമുക്ക് കുറേ കൂടി വ്യക്തിപരമായി നമുക്ക് ഇതിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കുറേ തിരിച്ചറിവുകളുണ്ട്. പക്ഷേ ഈ സംഘടനയിൽ ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? സംഘടനയിൽ ആളുകളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രസ്ഥാനം സ്വീകരിച്ച കർക്കശമായ നിലപാടിൻ്റെ ഒന്നാമത്തെ ഫലം സത്യമാണെന്ന് പൂർണ്ണ ബോധ്യം വരാതെ വല്ല താൽക്കാലികമായ അമിതാവേശം കാരണമോ, ചില ആളുകൾ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ കാർക്കൂന് റുക്കിന് ഇങ്ങനെയൊക്കെ ആവുന്നതിൻ്റെ ഒരു സംഗതി ജമാഅത്ത് ഇസ്ലാമിലെ കാളക്കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇങ്ങനെ ഒരു കനപ്പെട്ടൊരു ദൗത്യം നിർവഹിക്കുന്ന ഒരാളാണ് താനെന്ന് ബോധ്യം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ റുക്കിനും കാർക്കൂനും എന്ന് പറയുന്ന എണ്ണം തികക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫലം എന്താണെന്ന് ചോദിച്ചാൽ, സത്യമാണെന്ന് പൂർണ്ണ ബോധ്യം വരാതെ വല്ല താൽക്കാലികമായ അമിതാവേശം കാരണമോ മാനസികമായ ഉന്മാദം കാരണമോ സംഘടനയിലേക്ക് ആകർഷിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ തുച്ഛമായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ശക്തമായി വായിച്ചും പഠിച്ചൊക്കെ വരണമെന്ന്. അപ്പോൾ ഈ വായനയും പഠനവും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രവർത്തനം നടത്തുന്നത് പോലും ഇങ്ങനെ വിശദീകരിക്കുന്നത് പോലും നമ്മുടെ പ്രവർത്തകർക്ക് ഇത് തിരിയണം, നമ്മുടെ പ്രവർത്തകർ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ വീഡിയോ സീരീസ് പോലും നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടനാ വ്യവസ്ഥ, ഇങ്ങനെ കനപ്പെട്ടൊരു സംഘടനാ വ്യവസ്ഥ, മുലാഖാത്ത്, അതുപോലെ തന്നെ അമീറുമായിട്ടുള്ള മുലാഖാത്ത്, മേഖലാനാദിയുമായിട്ടുള്ള മുലാഖാത്ത്, ഏരിയ പ്രസിഡൻറ്റുമായിട്ടുള്ള മുലാഖാത്ത്, നമ്മുടെ എഹ്തിസാബി മുലാഖാത്ത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ എന്ന് തോന്നിയിട്ട് ഒരാൾ ഇട്ട് പോകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നിട്ടും ഒരാൾ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ അത് അയാളുടെ സംഘടന വ്യവസ്ഥ അയാൾക്ക് ഉറപ്പുവരുത്തുന്ന ചില തർബിയത്തുകൾ കൂടിയാണ് എന്ന് സയ്യിദ് മൗദൂദി പറയുന്നത്. പിന്നെ തർബിയത്ത് വ്യവസ്ഥയുടെ മൂന്നാമത്തെ സംഗതി ഉൾപാർട്ടി വിമർശനമാണ് കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ കൂടി, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ഉഷാറായ ആളുകളാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർക്കോ സംഘടന പ്രവർത്തകർക്കോ ഒരു തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാകണില്ല. നമുക്കും മിസ്റ്റേക്കുകൾ പറ്റും. ഉൾപാർട്ടി വിമർശനം, പ്രത്യേകിച്ചും നമ്മൾ കൂടി ഇരുന്നിട്ട് എന്താണ്, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് എപ്പോഴും നമ്മളെ തിരുത്തിക്കൊണ്ടു പോകുന്ന ഒരു നിലപാടുണ്ടാകേണ്ടത്, അത് നമ്മളുടെ തർബിയത്ത് വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. അതായത് സംഘടനയുടെ ആഭ്യന്തര സംസ്കരണത്തിനും പ്രവർത്തകരുടെ തർബിയത്തിനും സഹായിക്കുന്ന മൂന്നാമത്തെ കാരണം എന്താണ്? സയ്യിദ് മൗദൂദി പറയാം, തുടക്കം തന്നെ നാം സംഘടനയിൽ വളർത്താൻ ശ്രമിച്ച ആഭ്യന്തര നിരൂപണമാണ്. അതായത് നമ്മൾ ആസൂത്രണ ശൂറ നടത്തുന്ന പോലെ തന്നെ റിവ്യൂ ശൂറയും ആഭ്യന്തര നിരൂപണവും വിമർശനവും കൂടെ നടത്തണം. എല്ലാ ദൂഷ്യങ്ങളും തക്ക സമയം ചൂണ്ടിക്കാണിക്കപ്പെടാനും അവ സംസ്കരിക്കപ്പെടണമെന്നുള്ള ബോധം സൃഷ്ടിക്കപ്പെടാനും നിരൂപണം കൂടിയേ തീരൂ. ഈ നിരൂപണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മളുടെ തർബിയത്തി വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാരിസ്ഥിതികമായി ശുചീകരണത്തിനുള്ള ചുറ്റുപാടും എപ്രകാരമാണ് നമ്മൾ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടാറുള്ളത്, അതേ പ്രാധാന്യമാണ് ചുറ്റുപാടും വൃത്തിയാക്കുന്നതിൻ്റെ അതേ പ്രാധാന്യമാണ് സംഘടനയിൽ ഉൾപാർട്ടി വിമർശനത്തിനുള്ളത് എന്നാണ് സയ്യിദ് മൗദൂദി പറയുന്നത്. അതോടൊപ്പം തന്നെ നാം സംഘടനയിൽ ഒരിക്കലും വിമർശനത്തെ മൃതമാക്കാൻ വിട്ടിട്ടില്ല. അതുകൊണ്ടുള്ള നേട്ടം സംഘടനയിലെ ഓരോ വ്യക്തിയും സംഘടനയുടെ തർബിയത്തിനും പൂർണ്ണമായ സഹായം നൽകിക്കൊണ്ടിരിക്കുകയും തൻ്റെ തർബിയത്തിനും പൂർത്തീകരണത്തിനും, അതായത് ഒന്ന് സംഘടനയെ അത് ഒരു വ്യക്തി നന്നാക്കാൻ നോക്കും, അതേസമയം തന്നെ സംഘടനയെ നന്നാക്കാൻ വ്യക്തിയും വ്യക്തിയെ നന്നാക്കാൻ സംഘടനയും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തർബിയത്തി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും എന്നുള്ളതാണ് ഉൾപാർട്ടി വിമർശനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന്. അപ്പോൾ നമ്മുടെ പ്രവർത്തന ശൈലി പ്രവാചകന്മാരുടെ ശൈലിയാണ്. 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ നമ്മുടെ തർബിയത്ത് വ്യവസ്ഥ, ഒന്ന് നമ്മൾ നാട്ടുകാരോട് പ്രബോധനം നടത്തുന്നു എന്നുള്ളത് തന്നെ നമ്മളിൽ തർബിയത്തുണ്ടാകാൻ സഹായിക്കും. മറ്റൊന്ന് നമ്മുടെ സംഘടനാ വ്യവസ്ഥകളുടെ ഭാഗമായി, കനപ്പെട്ട സംഘടനാ വ്യവസ്ഥകളുടെ ഭാഗമായി കൂടുതൽ തർബിയത്ത് വ്യവസ്ഥ നമുക്കുണ്ടാകും. മറ്റൊന്ന് ഉൾപാർട്ടി വിമർശനത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന കൂടിയാലോചനകൾ, എടുത്തു കഴിഞ്ഞ തീരുമാനങ്ങളിൽ തന്നെ പറ്റിയ വീണ്ടുമുള്ള പിഴവുകളെക്കുറിച്ചുള്ള നിരൂപണങ്ങളൊക്കെ നമ്മളെ കൂടുതൽ ഈ തർബിയത്ത് വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് കാരണമാകുന്നു എന്നാണ് സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്നത്. ഇതിലെ 7-ാമത്തെ അധ്യായം ഉത്കൃഷ്ട സംഘത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഗുണങ്ങളാണ്. അതായത് ഉത്കൃഷ്ട സംഘത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഗുണങ്ങൾ, അതായത് ചില അടിസ്ഥാന ഗുണങ്ങൾ, നേരത്തെ നമ്മളത് ഭൗതിക ഗുണങ്ങൾ, ഇസ്ലാമിക ഗുണങ്ങൾ, മാനവിക ഗുണങ്ങൾ എന്നൊക്കെ വിശദീകരിച്ചെടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്കൃഷ്ട സംഘത്തിൻ്റെ ഗുണങ്ങൾ എന്ന് വിശദീകരിക്കുന്നിടത്ത് വ്യക്തിപരമായ
ചില ഗുണങ്ങളുണ്ട്, വ്യക്തിപരമായ ചില ഗുണങ്ങൾ. അതായത് ഒരു സംഘത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇസ്ലാമികമായിട്ട്. പക്ഷേ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വലിയൊരു കോസിന് വേണ്ടി, വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യന്മാരാണല്ലോ നമ്മൾ. അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ വ്യക്തിപരമായി ഉണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ഗുണം ആത്മസമരമാണ്. ആത്മസമരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ സ്വന്തത്തോട് തന്നെ കുറേ ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു ഇസ്ലാമികമായ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അതായത് ഈ ചുറ്റുപാടും ഒരുപാട് പ്രതിബന്ധങ്ങൾ. നാട്ടുകാരൊന്നും നിങ്ങളെപ്പോലെ അല്ലല്ലോ. നാട്ടിലുള്ള മനുഷ്യന്മാരൊക്കെ അവരുടെ മുൻഗണനകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇതിനെന്തിനും ഇറങ്ങി പുറപ്പെടണം എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഒന്നാമത്തേതും അടിസ്ഥാനപരമായ വൈയക്തിക ഗുണം സ്വന്തം മനസ്സിനോട് തന്നെ സമരം ചെയ്ത് ആദ്യമായി അതിനെ മുസ്ലിമാക്കി, മനസ്സിനെ ആദ്യം മുസ്ലിമാക്കി മാറ്റുക. അള്ളാഹിൻ്റെ മാർഗത്തിൽ ദൈവത്തോടുള്ള അനുസരണത്തിൽ സ്വന്തം മനസ്സിനോട് ജിഹാദ് നടത്തുന്നവനാണ് യഥാർത്ഥ യോദ്ധാവ് എന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ സ്വന്തത്തോട് മൻ യുജാഹിദ് നഫ്സഹു, സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. തൻ്റെ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുകയും മറ്റുള്ളവരോട് ഗുണകാംക്ഷ പുലർത്തുകയും ചെയ്യുന്നവനാണ് വിശ്വാസി. സാധാരണഗതിയിൽ മനുഷ്യർക്ക് തിരിച്ചാണ് ഉണ്ടാവാറുള്ളത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാവും, സ്വന്തം കാര്യത്തിൽ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. നമുക്ക് എന്ത് പറ്റിയാലും അതിനൊരു ന്യായം ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയാലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. നേരെ തിരിച്ചാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് പറ്റുന്നതിന് ഒരു ന്യായമില്ലാതിരിക്കുകയും മറ്റുള്ളവർക്ക് പറ്റുന്ന തെറ്റുകൾക്ക് കുറച്ച് ന്യായം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാവുന്നത്. അപ്പോൾ ആത്മസമരമാണ്. സ്വന്തത്തോട് ഈ എത്രത്തോളം എന്നാൽ സയ്യിദ് മൗദൂദി പറയുന്നത്, ഈ ധിക്കാരി നിങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുകയും ദൈവിക തൃപ്തിക്കെതിരെ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ മാത്രം അത് നിങ്ങളിൽ നിയന്ത്രണം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഹ്യ ധിക്കാരികൾക്കെതിരെ നിങ്ങൾ യുദ്ധപ്രഘോഷണം മുഴക്കുന്നത് തീർത്തും നിരർത്ഥകമാണ്. വീട്ടിൽ മദ്യക്കുപ്പി ഉണ്ടായിരിക്കെ മദ്യപാനത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നത് പോലെയാണത്. നിങ്ങൾക്ക് നിങ്ങളോട് സമരം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സംഭവിക്കുന്ന അബദ്ധം ഇതാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് ചില ഒഴിവാക്കലുകളാണ്. ഹിജ്റ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പദം സയ്യിദ് മൗദൂദി. പക്ഷേ അതിൻ്റെ പൊരുൾ, വിശാലമായ അർത്ഥം എന്താണ്? ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും അതുപോലെ തന്നെ മുൻകഴിഞ്ഞ സ്വഹാബിമാരും അതുപോലെ തന്നെ പ്രവാചകന്മാരും ഒക്കെ ഉള്ളത് ഒഴിവാക്കി വേറെ സ്ഥലത്ത് പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വിശാലമായ അർത്ഥം എന്താണ്? വിശാലമായ അർത്ഥം നിങ്ങളുടെ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുക എന്നുള്ളതാണ് ഹിജ്റ. അത് ചിലപ്പോൾ സ്ഥലമാകാം, വീടാകാം, ഏതാവും. പക്ഷേ ഹിജ്റ എന്ന് പറയുന്നത് അൽ മുഹാജിർ മൻ ഹജറ നഫ്സഹു നഹല്ലാഹു അൻഹു, സ്വന്തം ഒഴിവാക്കുന്ന, സ്വന്തം ജീവിതത്തിൽ നിന്ന് അള്ളാഹ്ക്ക് ഹിതകരമല്ലാത്ത, ഇഷ്ടമല്ലാത്ത എല്ലാം ഒഴിവാക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഹിജ്റ. അങ്ങനെ ഒരാളാണ് ഹിജ്റ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മുഹാജിർ അയാളാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം താല്പര്യങ്ങളെ ഒഴിവാക്കുക. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അത് പടച്ചോൻ്റെ ഇഷ്ടം വരുമ്പോൾ നമ്മളത് ഒഴിവാക്കുന്നു. മാത്രമല്ല ഈ അവസ്ഥ നിങ്ങളിൽ ഉണ്ടായാൽ യഥാർത്ഥ മുഹാജിർ എത്രത്തോളം എന്നാൽ വീടും കുടുംബവും ഉപേക്ഷിക്കലല്ല, മറിച്ച് ദൈവധിക്കാരത്തിൽ നിന്ന് ദൈവസംതൃപ്തിയിലേക്ക്, സയ്യിദ് മൗദൂദിയുടെ വാക്കുകളാണ്, ദൈവധിക്കാരത്തിൽ നിന്ന് ദൈവസംതൃപ്തിയിലേക്ക് ഓടിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സംഭവിക്കുന്നത്. യഥാർത്ഥ മുഹാജിർ രാജ്യം വെടിയുന്നുണ്ടെങ്കിൽ തന്നെ അത് തൻ്റെ രാജ്യത്ത് ദൈവിക നിയമത്തിനനുസൃതമായി ജീവിക്കാൻ അവസരമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ വല്ലവരും വീടും കുടുംബവും ഉപേക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തിത്വം സ്വീകരിക്കാൻ വൈമനസ്യം പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ചെയ്തത് പമ്പര വിഡ്ഢിത്തമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അദ്ദേഹം അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ വിശദാംശങ്ങളൊന്നുമില്ലാതെ നമുക്കറിയാം, 2 ഹദീസ് മാത്രം നമുക്ക് ഉദ്ധരിച്ചാൽ അത് കാണാൻ സാധിക്കും. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, അള്ളാഹുവിന് വേണ്ടി തടയുക, അള്ളാഹുവിന് വേണ്ടി, അങ്ങനെയല്ലോ. മൻ അഹബ്ബലില്ല വമൻ അബ്ഗദലില്ല വമൻ അഅത്താലില്ല വമൻ മനഅലില്ല ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി തടുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കുക. ഇതുതന്നെയാണ് ഹിജ്റ. സ്വന്തം മനസ്സിനെ അതിനു വേണ്ടി, സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് മുക്തമാക്കി അതിനെ അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുക. ഇതാണ് വ്യക്തിപരമായി ഉണ്ടാകേണ്ടുന്ന ഗുണം. ഒന്ന് ആത്മസമരം, സ്വന്തത്തോട് നടത്തേണ്ട സമരം. മറ്റൊന്ന് ഹിജ്റ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഒപ്പം ഇനി സാമൂഹിക ഗുണങ്ങളുണ്ട്. വ്യക്തിപരമായ ഗുണം മാത്രം ഒരു സംഘടനയിൽ ഉണ്ടായാൽ പോരാ, സാമൂഹിക ഗുണങ്ങൾ.
ഈ സാമൂഹിക ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വ്യക്തി. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് തഹജ്ജുദ് ഒരാൾ ഹൽക്കലുണ്ടാവും, ഒരാളുണ്ടാവും. കുറേ മുസാഫിർ 3 തവണയെങ്കിലും ഖത്തം ചെയ്യുന്ന ഒരാളുണ്ടാവും ഒരു മാസത്തിലൊരിക്കൽ. അപ്പോൾ ഇത് ഒരു വ്യക്തിപരമായി മാത്രം ഉണ്ടായ പോരാ. ഈ ഒരു കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഒരു അനുഭൂതി എത്രത്തോളം എന്നാൽ സഹാനുഭൂതിയും സ്നേഹവായ്പും എന്നാണ്. സഹാനുഭൂതി, സ്നേഹവായ്പ്. സഹാനുഭൂതിയും സ്നേഹവായ്പും നമ്മുടെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകണം. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഭയങ്കര തക്കവുള്ള ഒരാളായിട്ടൊരു പ്രവർത്തകൻ അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഉഷാറാകേണ്ടതിനെക്കുറിച്ചും പരസ്പരം ചേർത്ത് നിർത്തേണ്ടതിനെക്കുറിച്ചും നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ഉദ്ദിഷ്ട മാനദണ്ഡങ്ങൾ, അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തി ഗുണങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, റസൂൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഒരുമിച്ചുണ്ടാവണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക. ഞാൻ ഒറ്റയ്ക്ക് മാത്രം പോകാന്നുള്ളതല്ല, അയാൾ മാത്രം വളരെ ഉഷാറാണെന്ന് പറയലല്ല. അപ്പോൾ ഒരു വലിയ ധർമ്മിഷ്ഠനുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അതൊരാൾക്ക് മാത്രമുള്ള ഗുണമായിട്ടുണ്ടാകുന്നതിന് സയ്യിദ് മൗദൂദി അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരാൾക്ക് മാത്രമല്ല, നമുക്കൊക്കെ ഉണ്ടാവണം ആ ഗുണം. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം വളരെ മുത്തക്കി, അങ്ങനെയല്ല. നമ്മളൊക്കെ മുത്തക്കിലൂടെ ഒരു കൂട്ടമായിട്ട് അതിൽ പരസ്പരം എന്താണ് അതിൻ്റെ ഘടകം, അങ്ങനെ ചേർത്ത് നിർത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ ത്രസിപ്പിക്കുന്ന ഒന്നായിട്ട് നമ്മൾ പരസ്പരം ചേർത്ത് പിടിക്കുന്നു. ഇത് സംഘടനാ സംവിധാനത്തിൽ ഒരാൾക്ക് പലരുമായും നിർബന്ധമായും ഇടപെടേണ്ടി വരുന്ന കാര്യം വ്യക്തമാണ്. സൽവിചാരവും സഹാനുഭൂതിയും ത്യാഗസന്നദ്ധതയും സഹിഷ്ണുതയും ഇല്ലെങ്കിൽ പ്രകൃതിയിലും സ്വഭാവത്തിലും മനുഷ്യർക്കുള്ള വൈജാത്യം സഹകരണത്തെ 4 ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അപ്പോൾ മനുഷ്യർക്കിടയിൽ പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവും. ആ ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഗുണം തഖ്വയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ മനുഷ്യരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ത്യാഗത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യർ വ്യത്യസ്തരായിരിക്കും. പക്ഷേ ഈ ചേർത്ത് നിൽപ്പ്, കരുതൽ, കൂട്ടത്തിലുള്ള ചെറുപ്പക്കാർ, വലുപ്പക്കാർ, അതുപോലെ തന്നെ വൃദ്ധർ, കുട്ടികൾ, സ്ത്രീകൾ, ഇക്കൂട്ടരെയൊക്കെ ചേർത്ത് നിർത്താൻ ഈ ഒരു സഹാനുഭൂതിയും സ്നേഹവായ്പും ഇല്ലാത്ത പക്ഷം, ഒരുമിച്ചുള്ള പങ്കിട്ടെടുക്കുന്ന ചില ഗുണങ്ങളില്ലാതെ നമുക്ക് സാധിക്കില്ല എന്നാണ് സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്നത്. ഒപ്പം ധർമ്മസമരത്തിൻ്റെ ഉപാധികൾ, അടുത്ത ലേഖനം അങ്ങനെയാണ്, ഈ അധ്യായത്തിൽ തന്നെയുള്ളതാണ്. ധർമ്മസമരം ഉപാധികൾ. ഒന്നാമതായി സയ്യിദ് മൗദൂദി പറയുന്നു ക്ഷമ. അതായത് ക്ഷമ എന്നുള്ളത്, നിങ്ങൾ ഖുർആനിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് സൊബറാണ്, മറ്റൊന്ന് മുസാബറത്താണ്. യാഹുവല്ലദീന ഇസ്ബിറു എന്ന് പറയുന്നുണ്ട്, വസ്വാബിറു എന്ന് പറയുന്നുണ്ട്. സയ്യിദ് മൗദൂദി പ്രത്യേകമായി ഈ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അതായത് ക്ഷമിക്കൂ എന്ന് മാത്രമല്ല, സ്വാബിറു, ശത്രുക്കളും അപ്രകാരം അപ്പുറത്ത് ക്ഷമിക്കുന്നുണ്ടെന്നല്ല, കാത്തു നിൽക്കുന്നുണ്ട്. അവരുടേതായ ചില ടാക്ടിക്സുകൾ, അവരുടേതായ ചില തന്ത്രങ്ങൾ സമയമെടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. എങ്കിൽ നിങ്ങൾ വസ്വാബിറു, നിങ്ങളും ചിലതൊക്കെ പ്ലാൻ ചെയ്യൂ എന്നുള്ള ഒരു ക്ഷമ എന്നുള്ളത് വളരെ ഒരു കഞ്ഞിവെള്ളം പോലത്തെ ഒരു വാക്കൊന്നല്ല. ശരിക്കും നല്ല പ്ലാൻ ചെയ്ത് നിങ്ങൾ ചില ആക്ഷൻ പ്ലാനുകളിലൂടെ നിങ്ങൾ സമയമെടുത്തുകൊണ്ട് ചിലത് ചെയ്യൂ എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ധർമ്മസമരത്തിൻ്റെ ഒന്നാമത്തെ ഗുണം ക്ഷമയാണ്. അതുപോലെ തന്നെ ത്യാഗമാണ്. നിങ്ങൾ എന്ത് ഈ മാർഗത്തിൽ കൊടുക്കുന്നു, നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് നഷ്ടപ്പെടുത്തിയത്. നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് മാത്രമാണ് നിങ്ങളുടെ ലാഭം. നിങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ച് വെച്ചതൊക്കെ നിങ്ങളുടെ നഷ്ടമാകാനാണ് സാധ്യത. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകുന്നത് അവൻ ത്യജിച്ചതാണ്, അവൻ മുന്നോട്ട് കൊടുത്തതാണ്. അതിൽ ബാക്കിലോട്ട് വെച്ചതോ അവൻ റിസർവിൽ വെച്ചതോ അവൻ അനന്തരാവകാശികൾക്ക് ബാക്കി വെക്കുകയാണ്. സ്വന്തത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഒരാൾ കൊടുത്തതും ഒരാൾ ത്യജിച്ചതുമാണ്. അപ്പോൾ ക്ഷമയും ത്യാഗവും ധർമ്മസമരത്തിൻ്റെ ഉപാധികളാണ്. മൂന്നാമതായി മൗദൂദി സാഹിബ് വിശദീകരിക്കുന്ന കാര്യം അത് ഹൃദയാനുരാഗമാണ്. ഹൃദയാനുരാഗം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് മനസ്സിലാവില്ല. അതായത് ഹൃദയവുമായിട്ട് അടുക്കണം. സംഘടനാ പ്രവർത്തനം ഒരു ഹൃദയാനുരാഗമായിട്ട് വരണം. ക്ഷമ അതിൽ വേണം. ത്യാഗ പ്രസ്ഥാനത്തിന് വേണ്ടി എത്ര സമയം കൊടുത്തു, അതുപോലെ തന്നെ എന്താണ് നമ്മൾ അതിലേക്ക് കൊടുത്തത്. നമ്മൾ ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ എന്താണ് ഞാൻ ഇതിലേക്ക് എൻ്റെ സമയം കൊടുത്തിട്ടുണ്ട്, എൻ്റെ ജോലി കൊടുത്തിട്ടുണ്ട്, എൻ്റെ പണം കൊടുത്തിട്ടുണ്ട്, എൻ്റെ ശരീരത്തെ കൊടുത്തിട്ടുണ്ട്, മനസ്സ് കൊടുത്തിട്ടുണ്ട്, ഉറക്കം കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ പറയാൻ പറ്റണം. ഒപ്പം ഹൃദയാനുരാഗം. ഇതിൽ എന്നെ ആകർഷിച്ച ഒരു ഭാഗം സയ്യിദ് മൗദൂദി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എങ്ങനെയാണ് പ്രസ്ഥാനത്തിനോട് ഹൃദയാനുരാഗം ഉണ്ടാവുക? അതിൻ്റെ ഒരു കാരണമുണ്ട്.
ഹൃദയാനുരാഗം വരുന്നതിൻ്റെ അതിൽ അദ്ദേഹം ഒരു ഉദാഹരണം അതിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ പ്രസ്ഥാനത്തിന് ചിലപ്പോൾ ചില പിഴവുകളും കുറവുകളും ഒക്കെ പറ്റും. ചില പ്രദേശങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് മുന്നോട്ട് പോകാതിരിക്കും. അപ്പോൾ നമുക്കതിനോട് ഹൃദയാനുരാഗമില്ലെങ്കിൽ നമ്മൾ പറയാം അതിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രസ്ഥാനമൊക്കെ പോകുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇടും. പക്ഷേ അതിൻ്റെ ഒരു ഉദാഹരണത്തിൽ സെയ്ദ് മൗദൂദി പറയാം, നിങ്ങൾക്കൊരു ഹൃദയാനുരാഗം ഈ പ്രസ്ഥാനത്തോടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കൊരു അപകടം വന്നു. ആ കുട്ടി നിങ്ങൾ വളരെ ഉഷാറായിട്ട് അങ്ങനെ പോകാറുണ്ട്, പക്ഷേ ആ കുട്ടിക്ക് പെട്ടെന്ന് എന്തോ ഒരു അസുഖം വന്നപ്പോൾ നിങ്ങൾ പറയാണ് അത് പടച്ചോൻ വിധിച്ചുകൊണ്ട് ആ കുട്ടി അങ്ങനെയാണ്, അതിനിപ്പോൾ എത്ര ആൾ വരെ ജീവിച്ചു. അങ്ങനെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് കരുതില്ല. നിങ്ങൾ മുന്നിട്ടിറങ്ങി ഏറ്റവും മികച്ച സാധ്യത ചികിത്സക്ക് ആ കുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ നോക്കുമെങ്കിൽ പ്രസ്ഥാന പ്രവർത്തനത്തിലും നിങ്ങളുടെ പ്രദേശത്ത് പ്രസ്ഥാന പുറകിലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പരിതപിച്ചിരിക്കേണ്ടവരല്ല. നിങ്ങൾ അപ്പോൾ നയിക്കുന്ന ഘടകമാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ഈ പ്രസ്ഥാനത്തോടുള്ള പ്രവർത്തനത്തിനോടുള്ള ഈ ധർമ്മസമര മാർഗത്തിലെ ഹൃദയാനുരാഗം എന്ന് പറയുന്നത്. ഒപ്പം 4ാമത്തെ ഗുണം പരിശ്രമമാണ്. പരിശ്രമം എന്താ പരിശ്രമം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് സെയ്ദ് മൗദൂദി പറയുന്നത് അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ബിഗ് ഇവൻറ്റുകൾ ഉണ്ടാവും, ഒന്നെങ്കിൽ വാർഷികം അതല്ലെങ്കിൽ വലിയ ആഘോഷം, ചെറിയ കാലത്ത് വലിയ കൊട്ടും കുറവൊക്കെ നടത്തിയിട്ട് അവസാനിപ്പിക്കുന്ന ഇവൻറ്റുകളാണ് മുസ്ലിം ഉമ്മത്തിലെ പല സംഘടനകൾക്കും സമുദായങ്ങൾക്കുമുള്ള കാര്യം. പക്ഷെ പരിശ്രമം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എന്താണ് അടുത്ത കൊല്ലം ചെയ്യേണ്ടത്, എന്താണ് അടുത്ത 10 വർഷത്തിന് ചെയ്യേണ്ടത്, പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതും എന്തിനു വേണ്ടി? ഇസ്ലാമികമായ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തുകൊണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 4 ഗുണങ്ങൾ, അപ്പോൾ ഉത്കൃഷ്ട സംഗതി വ്യക്തി ഗുണങ്ങൾ, ഒന്ന് നിങ്ങൾ ആത്മസമരം, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ സമരം ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങൾ ത്യജിക്കുക ഹിജ്റ. ഒപ്പം സാമൂഹിക ഗുണങ്ങൾ, ഒന്ന് സഹാനുഭൂതിയാണ്, സ്നേഹവായ്പാണ്. ഒപ്പം ധർമ്മസമരത്തിൻ്റെ ഉപാധികൾ ക്ഷമ, ത്യാഗം, ഹൃദയാനുരാഗം, പരിശ്രമം. സെയ്ദ് മൗദൂദി അടുത്ത അധ്യായത്തിൽ വിജയോപാധികളെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പുള്ള ഏറ്റവും ചുരുങ്ങിയ ഗുണങ്ങളായിട്ട് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഗുണങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിലൂടെ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഇതിൽ അടുത്തതായി ഉൾപ്പെടുത്തിയിട്ടുള്ള ലേഖനം ഇസ്ലാമിക വിപ്ലവം വിജയോപാധികൾ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊന്ന്, നമ്മൾ നിലകൊള്ളുന്ന ആശയാദർശത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും പ്രവർത്തന മാർഗത്തെക്കുറിച്ചുമൊക്കെ ശരിയായ അറിവുണ്ടാവുക എന്നതാണ്. ഏത് വിഷയത്തിലും ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അൽ ഇൽമു ഖബ്ലൽ അമൽ, അമലിന് മുമ്പ് ഇൽമ് ഉണ്ടാവുക എന്നുള്ളത്. സെയ്ദ് മൗദൂദിയുടെ ഖുത്ബാത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണമായിട്ട് ചേർത്ത് വെച്ചുള്ളത് മുസ്ലിം ആയിരിക്കാൻ വിജ്ഞാനം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്നാണ്. അപ്പോൾ ഏത് കാര്യത്തിലും അറിവുണ്ടാകണം. അപ്പോൾ നമ്മളിപ്പോൾ സംഘടനാ വ്യവസ്ഥയുടെ ഭാഗമായി ഇത്തരം പുസ്തകങ്ങൾ വായിക്കണം, റുക്കനാകാനും കാർക്കൂനാകാനും ഇങ്ങനെ ഒരു ചില നിർണിതമായ ചില നടപടികളൊക്കെ വെക്കാനുള്ള കാരണം ചിലർ ചോദിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ജനകീയ പക്ഷേ ഇതൊരു ഇസ്ലാമികമായ മൗലികമായ പ്രവർത്തനമാണ്. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് വിവരമില്ലെങ്കിൽ, അപ്പോൾ ഇതൊരു സാധാരണ, അപ്പോൾ അതിനർത്ഥം ഇത് ഏതോ മലക്കുകളുടെ കൂട്ടമാണെന്നൊന്നുമല്ല. പക്ഷേ ശരിയായ ജ്ഞാനം ഇല്ലാത്ത പക്ഷം വിജയിക്കാൻ സാധിക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ലക്ഷ്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് വിവരമുണ്ടാവുക, ഒപ്പം അതിൽ ദൃഢവിശ്വാസം ഉണ്ടാവുക. ഇപ്പോൾ ഇൽമുൽ യക്കീനും ഐനുൽ യക്കീനും ഒക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തു തക്കാസുറിൽ പറയുന്നുണ്ട്. അതായത് ദൃഢമായ വിശ്വാസമാണ്. അത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞോ 3 ദിവസം കഴിഞ്ഞോ ഒരു ആവേശത്തിൽ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇട്ടുപോകാൻ പറ്റുന്നൊരു സാധനമായിട്ട് സെയ്ദ് മൗദൂദി റൂദാദിൽ അത് വിശദീകരിക്കുന്നുണ്ട്. പ്രസ്ഥാനത്തിൻ്റെ നയനിലപാടുകൾ പറയുന്ന ഭാഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിതിങ്ങനെ വന്ന് ഇതിങ്ങനെ ഏറ്റെടുത്ത് 2 ദിവസം കൊണ്ട് ഒഴിവാക്കി വിടാൻ പോകുന്നതല്ല. ഇത് നിങ്ങളുടെ ദൃഢവിശ്വാസമായിട്ട് ഈ ഇസ്ലാമികമായ പ്രവർത്തനത്തെയും അത് വിജയിപ്പിച്ചെടുക്കുന്നതിനെക്കുറിച്ച് മനസ്സിൽ കരുതണം. ഇതെൻ്റെ ബാധ്യതയാണ് എന്നുള്ളത് നിങ്ങളിൽ ദൃഢവിശ്വാസമായി ഉണ്ടാകണം. ഒപ്പം നിങ്ങളിൽ ഖൗലും ഫിഅലും, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള യോജിപ്പ് കാണാനാകണം. അവ തമ്മിലുള്ള യോജിപ്പുണ്ടാകണം. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇത് സമൂഹത്തോട് ഉത്ബോധിപ്പിക്കാനുള്ളതാണ്, പറയാനുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനൊരു കൂട്ടർ പറയുന്നു, ഇവരുടെ ജീവിതത്തിൽ ഇത് രണ്ടും ഒരേപോലെയാണ്, ആസ് ഇറ്റ് ഈസ്. അവർ പറയുന്നതും അവർ ചെയ്യുന്നതൊക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങൾക്കത് വിശദീകരിക്കാൻ പറ്റുന്നൊരു ഗുണം ആയി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളിൽ അത് ഏറ്റവും വലിയൊരു പാഠമായി ഉണ്ടാകണം. അതാണ് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ വിജയോപാധികളിൽ 3ാമത്തേതായി പറയുന്നത്. ഒപ്പം ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? അള്ളാഹിൻ്റെ വജൂഹ് ഉദ്ദേശിച്ച്,
അള്ളാഹിൻ്റെ ദീനിന് വേണ്ടിയിട്ട് മുഖ്ലിസീനൽ അങ്ങനെയാണല്ലോ, നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഹുനഫാഉം മുഖ്ലീസുകളുമാണ്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മാത്രം. ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ല. ഈ ദീൻ ലക്ഷ്യമാകുക. ഇത് തന്നെയും ചിലപ്പോൾ അടിസ്ഥാന ലക്ഷ്യങ്ങൾ മറന്നിട്ട് സംഘടനാ പ്രവർത്തനമായി പോവുകയും അതുപോലെ തന്നെ വ്യക്തികളുടെ ഏതെങ്കിലും പ്രദർശനമായിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദീൻ തന്നെ അടിസ്ഥാന ലക്ഷ്യമാവുക എന്ന് പറയുന്നൊരു പോയിന്റ് സയ്യിദ് മൗദൂദി ഈ ലേഖനത്തിൽ, ഈ പ്രഭാഷണത്തിൽ വിശദീകരിക്കാനുള്ള കാരണം. ഇനി ഇങ്ങനെയുള്ളൊരു സംഘത്തിന് ഈ വിപ്ലവം വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ട ഗുണങ്ങൾ, അങ്ങനെ അവർ ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ അവർക്കിടയിൽ സ്നേഹവും സാഹോദര്യവും വേണം. സ്നേഹവും സാഹോദര്യവും. നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള ആദർശ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബ സുഹൃത്തുക്കളെക്കാൾ നമ്മളോട് ഈ ആശയാദർശത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടി സ്വഹാബിമാരെ പോലെയൊക്കെ തന്നെയാണ് അവർ. ഈ മാർഗത്തിൽ പണിയെടുക്കുന്ന മനുഷ്യർ, അവർ സ്നേഹതുല്യരും സഹോദര തുല്യരുമായ ഒരു പിടി മനുഷ്യരാണ്. അവരോടുള്ള നമ്മളെ നയിക്കേണ്ടുന്ന ഒരു വികാരം, നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്ന ഒന്നായിട്ട് പരസ്പര ബന്ധമുണ്ടാകണം. മറ്റൊന്ന്, ഈ ഏത് തീരുമാനങ്ങളിലും കൂടിയാലോചന ഉണ്ടാകണം. അത് ഗുണമാണ്, നമ്മളുടെ അടിസ്ഥാനപരമായ ഗുണമാണ്. ഈ കൂടിയാലോചന ഏത് തീരുമാനത്തെയും കൂടുതൽ ഫലപ്രദമാക്കും. അത് തെറ്റാകട്ടെ ശരിയാകട്ടെ, അതുപോലെ തന്നെ ചെറുതാകട്ടെ വലുതാകട്ടെ, മനുഷ്യന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് തീരുമാനമെടുക്കുന്ന ആൾക്ക് അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമല്ല എന്നുള്ള ഒരു എക്സ്ക്യൂസെങ്കിലും കിട്ടും. വ്യക്തിപരമായ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ അതിൽ പ്രത്യേകമായി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഷൂറ എന്നുള്ളത്, കൂടിയാലോചന എന്നുള്ളിടത്ത് എല്ലാത്തിനെയും സമാഹരിച്ചുകൊണ്ട് അവസാനം ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്നുള്ളത് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പറയുന്ന എല്ലാവരുടെ അഭിപ്രായം കുറച്ച് എടുത്ത് നമുക്ക് ഏറ്റവും അവസാനം ഒരു അഭിപ്രായത്തിലെത്താൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ അവർ ഒരു വിഷയത്തിൻ്റെ വ്യത്യസ്ത ഡൈമെൻഷനുകളെ, വ്യത്യസ്ത ഭാഗങ്ങളെ നോക്കിക്കാണുന്നു എന്നുള്ളതൊക്കെ അറിയാൻ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും അറിവുള്ള, ഏറ്റവും കൂടുതൽ അറിവുള്ള, ഏറ്റവും കുറഞ്ഞ അറിവുള്ള, അനുഭവ പരിചയമുള്ള, താരതമ്യേന അനുഭവ കമ്മിയുള്ള മനുഷ്യന്മാരൊക്കെ വ്യത്യസ്തമായി ഇതിലേക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കൂടിയാലോചന കൂടുതൽ ഫലപ്രദമാകും എന്നാണ് സയ്യിദ് മൗദൂദി അതിൽ പറയുന്നത്. ഒപ്പം ഇതിനൊരു ചിട്ടയും വ്യവസ്ഥയും വേണം. നമുക്കറിയാം, സംഘടനാപരമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളെപ്പോഴെങ്കിലും ഒരു സമ്മേളനം കൂടാനോ ഏതെങ്കിലും ഒരു സമയത്ത് വല്ല റാലി നടത്താനോ അതല്ലെങ്കിൽ പ്രമേയം പാസ്സാക്കാനോ മാത്രം ഒരുമിച്ച് കൂടുന്നവരല്ല, മറിച്ച് ഇതിലൊരു വ്യവസ്ഥയുണ്ട്. നമ്മളുടെ ഹൽക്ക വ്യവസ്ഥ അങ്ങനത്തെ ഒന്നാണ്. ആസൂത്രണവും അവലോകനവും അതുപോലെ തന്നെ പോളിസിയും പ്രോഗ്രാമും മീക്കാത്തി മൻസൂബയും ഒക്കെയുള്ളൊരു പ്രസ്ഥാനമാണ് നമ്മുടേത്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ചിട്ടയിലും വ്യവസ്ഥയിലും പണിയെടുത്താൽ മാത്രമേ, ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ ഈ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ വിജയോപാധികൾ എന്ന് പറയുന്ന ഈ 4 ഘട്ടങ്ങൾക്ക് ശേഷവും നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്നാണ്. നേരത്തെ മറ്റൊരു അധ്യായത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഉൾപാർട്ടി വിമർശനത്തെക്കുറിച്ച് സയ്യിദ് മൗദൂദി വീണ്ടും പറയുന്നത് അങ്ങനെയാണ്. വിമർശനം, നിരൂപണം, നമുക്കിടയിലുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റുന്ന ഒരു തൻഖീദ്, നമുക്കിടയിൽ നടത്തുന്ന ഒരു ആഭ്യന്തര നിരൂപണവും നമ്മളെ കൂടുതൽ കരുത്തരാക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ഗുണങ്ങൾ, സ്നേഹം, സാഹോദര്യം, കൂടിയാലോചന, ചിട്ട, വ്യവസ്ഥ, വിമർശനം, ഒപ്പം വിജയോപാധികൾ, ശരിയായ ജ്ഞാനം, ദൃഢവിശ്വാസം, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള യോജിപ്പ്, ഒപ്പം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മാത്രമാണ് ഈ പണി എന്നുള്ള നിങ്ങളുടെ സങ്കല്പം, നിങ്ങളുടെ അറിവ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് സയ്യിദ് മൗദൂദി ഈ അധ്യായത്തിലൂടെ വിശദീകരിക്കുന്നത്. ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക വ്യക്തിത്വത്തെക്കുറിച്ചാണ് തുടർന്നുള്ള അധ്യായത്തിൽ സയ്യിദ് മൗദൂദി വിശദീകരണങ്ങൾ നൽകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, അള്ളാഹുമായുള്ള വ്യക്തിയുടെ ബന്ധം എങ്ങനെയാണ്, പടച്ചവനായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്. പ്രവാചകന്മാർക്ക് വഹിയ് എന്ന് പറയുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു. പ്രവാചകന്മാർ സന്മാർഗചാരികളായിരുന്നു. അള്ളാഹുവിൻ്റെ ഇസ്തിഫ അവർക്കുണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രവാചകന്മാരിൽ നിന്ന് ഹിദായത്ത് സ്വീകരിച്ചവർ, പ്രവാചകന്മാരിൽ നിന്ന് വഴി സന്മാർഗം സ്വീകരിച്ച മനുഷ്യർ, അവരെങ്ങനെയാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ അയാൾ കാണുന്ന, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മക്കളേക്കാൾ, മാതാപിതാക്കളേക്കാൾ, സ്വത്തിനേക്കാൾ, നിങ്ങളുടെ കച്ചവടത്തേക്കാൾ, നിങ്ങൾ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന നിങ്ങളുടെ വാഹനത്തേക്കാൾ, നിങ്ങളുടെ വീടിനേക്കാളൊക്കെ അള്ളാഹുവിനെ നിങ്ങൾ എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? അത് നിങ്ങൾക്ക് അതിനേക്കാൾ വിലപ്പെട്ടതാണോ, പ്രധാനപ്പെട്ടതാണോ, അള്ളാഹുവിനേക്കാൾ പ്രധാനപ്പെട്ടതാണോ ഇവയെല്ലാം എന്ന്, പ്രിയങ്കരതരമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന എവിടെയാണ്?
അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള മുൻഗണന എവിടെയാണ്? അത് ഇബാദത്ത് കാര്യങ്ങളിലാകാം, നമ്മളുടെ ഇഷ്ടങ്ങൾ ചെയ്യുന്നതിലാകാം, നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടതാകാം. ഈ കാര്യങ്ങളിലെല്ലാം നമ്മളുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ, ഹലാലുകൾ, ഹറാമുകൾ, ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മുടെ ഉണർച്ച മുതൽ ഉറക്കം വരെയുള്ള നമ്മുടെ ജീവിതത്തിലെ ഓരോ അടക്കവും അനക്കവും അടക്കം അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്? നമസ്കാരത്തിൽ എങ്ങനെയാണ്? നോമ്പിൽ എങ്ങനെയാണ്? സക്കാത്തിൽ എങ്ങനെയാണ്? ഹജ്ജിൽ എങ്ങനെയാണ്? അത് ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിനേക്കാൾ കൂടുതൽ അള്ളാഹുമായുള്ള ബന്ധം ഒരു വ്യക്തിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അയാൾ അള്ളാഹുവിനെ മാത്രമാണോ പ്രതിഫലാകാംക്ഷയോടുകൂടി പ്രതീക്ഷിക്കുന്നത്? ബാക്കി ചുറ്റുപാടുള്ള മനുഷ്യന്മാർ അതിൽ പരിഗണനയായി വരുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ ഒന്നാമതായി വിശദീകരിക്കുന്നത്. മറ്റൊന്ന് പരലോക ചിന്ത. ഈ ലോകം കഴിഞ്ഞ് വേറൊരു ലോകമുണ്ട്, മാലിക് യൗമിദ്ദീൻ. ഇത് നാളെ പരലോകത്ത് പ്രതിഫലമായി കിട്ടേണ്ടുന്നൊരു കാര്യമാണ്. രക്ഷാശിക്ഷകളുമായി ബന്ധപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട എൻ്റെ രക്ഷയും എൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടക്കവും അനക്കവുമെല്ലാം നാളെ വിചാരണ ചെയ്യപ്പെടുകയും ഞാൻ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ള ബോധം അയാൾക്കുണ്ടോ? ഒപ്പം സ്വഭാവം, അയാളുടെ എല്ലാ ഗുണങ്ങളുണ്ട്. നാട്ടുകാരെങ്ങനെയാണ് അയാളെ കാണുന്നത്? നാട്ടുകാരായിട്ടുള്ള അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ്? അയാളിൽ നിന്ന്, നാക്കിൽ നിന്ന്, അയാളുടെ നോക്കിൽ നിന്ന്, അയാളുടെ ശരീരഭാഷയിൽ നിന്ന്, നാട്ടുകാരുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നൊക്കെ ആളുകൾക്ക് വഹാലിക്കിന്നാസ ബി ഹുലുക്കിൻ ഹസനിൻ, ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെയാണോ അയാൾക്ക് ഇടപഴകാനുമൊക്കെ സാധിക്കുന്നത് എന്നുള്ളതും അയാളുടെ ഇസ്ലാമിക വ്യക്തിത്വത്തിൻ്റെ തികവും സമ്പൂർണ്ണതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പം ക്ഷമയും സ്ഥൈര്യവും. ക്ഷമ എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഈ സ്ട്രാറ്റജിയുടെ. നമുക്ക് ഇസ്ലാമിക പ്രവർത്തനത്തിൽ പണിയെടുക്കുമ്പോൾ മനുഷ്യരെല്ലാവരും നിങ്ങൾക്ക് പൂച്ചെണ്ടുകൾ തരും, നമ്മൾ അഭിനന്ദിക്കും, കൈകൊട്ടിത്തരും, പ്രശംസിക്കും എന്നുള്ളതൊക്കെ തെറ്റിദ്ധാരണയാണ്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു അലാ അദാഹും. മനുഷ്യർ മുഴുവൻ ജനങ്ങളിലേക്ക് ഇടപഴകി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരുപാട് തിരിച്ചുള്ള ദ്രോഹങ്ങളും മറ്റുമൊക്കെ മനുഷ്യർക്ക് തിരിച്ച് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ മാർഗത്തിൽ ക്ഷമക്കൊപ്പം അതുകൊണ്ട് സ്ഥൈര്യം വേണം. ക്ഷമയില്ലാത്ത മനുഷ്യർക്ക് സ്ഥൈര്യമുണ്ടാകില്ല. സ്ഥൈര്യമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്തുണ്ടാകില്ല. ആ മാർഗത്തിൽ തന്നെ നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, ആ മാർഗത്തിൽ തന്നെ അടിയുറച്ച് നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നൊരു ബോധം. അത്ര സയ്യിദ് മൗദൂദി അത് വിശദീകരിക്കുന്നത്, എല്ലാ ഭയങ്ങൾക്കും ദുരാഗ്രഹങ്ങൾക്കുമെതിരെ സത്യപാതയിൽ അടിയുറച്ച് നിൽക്കുകയും പിശാചിൻ്റെയും സ്വന്തം ദേഹേച്ഛയുടെയും മുഴുവൻ പ്രലോഭനങ്ങൾക്കും അഭിലാഷങ്ങൾക്കുമെതിരെ പടപൊരുതി നിഷിദ്ധമായതിനെ സൂക്ഷിക്കുകയും ദൈവിക പരിധിയിൽ നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ പേരും ക്ഷമ എന്നാണ്. അപ്പം ക്ഷമ 3 വിധത്തിലുണ്ട് എന്നാണ്. ഒന്ന്, ജീവിതത്തിൽ ദുരിതം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം നിസ്കരിക്കണം എന്നുള്ളതിന് തന്നെ ഒരു ക്ഷമ വേണം. 5 നേരം കൃത്യമായി നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ക്ഷമ വേണം. തെറ്റ് ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം. അതായത് ചിലപ്പോൾ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, പെട്ടെന്ന് ചെയ്തു പോകാവുന്ന തെറ്റുകളുണ്ടാവും, അവിടെ ക്ഷമ വേണം. അപ്പോൾ തെറ്റ് പറ്റുന്നിടത്ത്, നന്മ ചെയ്യുന്നിടത്ത്, അത് തെറ്റ് പറ്റുന്നിടത്ത് പറ്റാതിരിക്കാൻ, നന്മ ചെയ്യുന്നിടത്ത് അത് ചെയ്യാൻ, ജീവിതത്തിൽ പ്രയാസം വരുന്നിടത്ത് അതിനെ നേരിടാൻ, ഈ 3 ഘട്ടത്തിലും ക്ഷമ ആവശ്യമാണ് എന്നാണ്. ഒപ്പം അവസാനത്തേത് യുക്തിദീക്ഷ. അപ്പോൾ യുക്തിദീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ കാര്യമാണ്. ഇസ്ലാമികമായ കുറേ വിവരവും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, ഈ സമയത്ത് ഈ കാലത്തോട്, ഈ സന്ദർഭത്തോട് എന്താണ് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ, അതും യുക്തിദീക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതും യുക്തിദീക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഓരോ സന്ദർഭത്തിലും അത് സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും വ്യക്തികൾക്കും കാലത്തിനുമൊക്കെ അനുസരിച്ച് ഇസ്ലാമികമായ ഒരു യുക്തിദീക്ഷ ബോധം നമുക്കുണ്ടാകണം എന്നാണ് സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്നത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലോ, ഇപ്പോൾ നമുക്ക് തോന്നും അല്ലാഹുമായുള്ള ബന്ധം, പരലോക ചിന്ത, സൽസ്വഭാവം, ക്ഷമയും സ്ഥൈര്യവും യുക്തിദീക്ഷ, ഈ 5 ഗുണങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാവുമോ? അതിൻ്റെ മറുപടിയാണ് സയ്യിദ് മൗദൂദി പറയുന്നത്. ഈ ആർജിക്കേണ്ട ഗുണങ്ങളുടെ ബാഹുല്യങ്ങൾ കാണുമ്പോൾ ചില ആളുകൾ അമ്പരക്കാനും ഈ പണി തന്നെപ്പോലുള്ളവർക്ക് ചെയ്യാനാകില്ല എന്നും, മറിച്ച് സമ്പൂർണ്ണ മനുഷ്യർക്ക് മാത്രമേ ഇത് ചെയ്യാനാകൂ എന്നും ധരിച്ച് വശാകാനും ഇടയുണ്ട്. അങ്ങനെ എല്ലാ ക്വാളിറ്റിയൊക്കെ എന്നിലുണ്ടാകൂ എന്ന് ഇടയുണ്ട്. മേൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും
എല്ലാവരിലും പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടാക്കൽ ഈ പ്രവർത്തനത്തിന് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ അബദ്ധധാരണ തനിയെ ഇല്ലാതാവൂ. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും പൂർണ്ണമായി ഇതേപോലെ ക്വാളിറ്റി ഉള്ളവരൊന്നും ആയിരിക്കില്ല. പക്ഷെ ഇത് ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുക. കാരണം മനുഷ്യർ എന്നുള്ളത് ഐഡിയലായ കാര്യമാണ്. മനുഷ്യരെക്കുറിച്ച് നമ്മൾ ഉദാത്തമായി അവരിൽ ഉണ്ടാകണമെന്ന് കരുതുന്ന കാര്യം. പക്ഷെ ഇതൊക്കെ ഇതിൽ ഏറിയും കുറഞ്ഞും ഇതിൽ ചെറിയ വീഴ്ചകളൊക്കെ ഉള്ളവരായിരിക്കും മനുഷ്യന്മാർ. അപ്പോൾ ഇതൊന്നും എന്നിലില്ല, അതുകൊണ്ട് ഞാൻ ഇഷ്ടമുള്ളവർ ജീവിക്കുക, അങ്ങനെയല്ല. മനുഷ്യരിൽ ഇത് പൂർണ്ണമായി എല്ലാവരിലും 100ൽ 100 ഉണ്ടാവുക. അപ്പോൾ മാത്രമേ ഈ അബദ്ധധാരണ ഇല്ലാതാവൂ. അതുപോലെ ഒരാളിൽ എല്ലാ ഗുണങ്ങളും സുശക്തമായ രൂപത്തിൽ തുടക്കത്തിലേ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമല്ല. ഒരാൾ നാളത്തെ ദിവസം തന്നെ അല്ലാത്തൊരു ആലിമുൽ അല്ലാമയായിട്ട് ഇങ്ങനെ മാറുക, വലിയൊരു മുത്തക്കയായി മാറുക എന്നുള്ളതല്ല. അതും തദ്രീജിയായ, ഗ്രാജ്വലിയായ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ ഒരു നടപടിയായിട്ടാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് സാമൂഹ്യ സംസ്കരണത്തിനും പുനർനിർമ്മാണത്തിനും ഒരു കർമ്മ പദ്ധതി എത്രത്തോളം ആവശ്യമാണോ അതിനേക്കാളേറെ ആവശ്യമാണ് വ്യക്തികളുടെ ഗുണങ്ങളാർജിച്ച ഇത്തരം പ്രവർത്തകരുടെ സാന്നിധ്യം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ഈ ഗുണങ്ങളുള്ള പ്രവർത്തകരുണ്ടെങ്കിൽ, നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിന് നേരെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ വ്യക്തികൾ. ഇത്തരം ഗുണങ്ങളുള്ള വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, സമ്പൂർണ്ണ ഇസ്ലാമിക വ്യക്തിത്വമുള്ള പ്രവർത്തകരാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ വിജയോപാധികളുമായി ബന്ധപ്പെട്ടതിൽ ആ പറഞ്ഞ നടപടികളേക്കാൾ പ്രധാനപ്പെട്ടതായി വരുന്ന ഒരു കോർ ടീമായിരിക്കും ഇക്കൂട്ടർ എന്നാണ് സെയ്ദ് മൗദൂദി വിശദീകരിക്കുന്നത്. പ്രസ്ഥാനവും പ്രവർത്തകരും എന്ന ഈ ലേഖന പ്രഭാഷണ സമാഹാരത്തിലെ അവസാനത്തെ 2 അധ്യായങ്ങൾ രണ്ടും ന്യൂനതകളെക്കുറിച്ച്, ദുർഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായങ്ങളാണ്. നേരത്തെ നമ്മൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകേണ്ടതിനെക്കുറിച്ചും അതിൻ്റെ വിജയോപാധികളെക്കുറിച്ചും വ്യക്തിപരവും സാമൂഹികവുമായി നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന മൂല്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞതെങ്കിൽ, ഈ നന്മകളുടെ അതുപോലെ തന്നെ പ്രവർത്തന സ്വാധീനത്തിൻ്റെയൊക്കെ അതിൻ്റെ അടിവേരറുക്കുകയും അതിൻ്റെ സ്വാധീനമൊക്കെ നഷ്ടമാക്കുകയും ചെയ്യുന്ന ന്യൂനതകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ് ഈ 2 അധ്യായങ്ങളുടെ. ഇതോടുകൂടി ഇതിൽ അധ്യായങ്ങൾ അവസാനിക്കുകയാണ്. അതിലൊന്ന് അഹങ്കാരവും പൊങ്ങച്ചവുമാണ്. അഹങ്കാരവും പൊങ്ങച്ചവും എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മനുഷ്യരിലുണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം ഇബ്ലീസുമായി ബന്ധപ്പെടുത്തിയിട്ട് വസ്തക്ബറ എന്നാണല്ലോ പറയുന്നത്. തനിക്ക് താൻ വലുതെന്ന് തോന്നി. അല്ല ഇന്നൽ ഇൻസാൻ ലയത്തുക അർഹുസ്തഗ്ന, ഞാൻ തന്നെ വലുത് എന്ന് തോന്നുക. ഇത് ഇസ്ലാമിക പ്രവർത്തകരിലും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ അഹങ്കാരവും പൊങ്ങച്ചവും വല്ലാത്ത താൻപോരിമയും അഹംഭാവവും ഒക്കെ മനുഷ്യരെ പിടികൂടാൻ ഇസ്ലാമിക പ്രവർത്തന മാർഗത്തിൽ പോലും സാധ്യതയുണ്ട്. അതായത് ബാക്കിയുള്ള മേഖലകളിലാണ് ഇത് ഉണ്ടാകേണ്ടത്, പക്ഷേ ഇവിടെ പോലും അതിന് സാധ്യതയുണ്ട് എന്ന് പറയുന്ന സെയ്ദ് മൗദൂദി പറയുന്നത്, നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരിൽ പോലും പല വഴികളിലൂടെയാണ് ഇത് അരിച്ചെത്തുന്നത്. ചില അല്പന്മാരിൽ ഈ രോഗം വരുന്ന വഴി ഇതാണ്. അവരുടെ മതപരവും ധാർമ്മികവുമായ ജീവിതം പരിസരവാസികളെ അപേക്ഷിച്ച് കുറച്ചൊക്കെ ഉഷാറായിരിക്കും. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ അപേക്ഷിച്ചൊക്കെ കുറച്ച് ഉഷാർ നമ്മളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അവർ മറ്റുള്ളവരുടെ പ്രശംസാപാത്രമായ ഏതാനും സേവന പ്രവർത്തനങ്ങൾ നടത്താനും അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ടാവും. അതോടെ യഥാർത്ഥത്തിൽ തന്നെ നിങ്ങളിപ്പോൾ തന്നെ വലിയ ഒരാളാണെന്ന് പിശാച് അയാൾ തോന്നിപ്പിക്കും. രസകരമായൊരു കാര്യമാണ്. അതായത് മറ്റുള്ള തൊട്ട് മുമ്പിലുള്ള മനുഷ്യന്മാരെ കാണുമ്പോൾ അവരെക്കാൾ ഉഷാറാണല്ലോ ഞാനെന്ന് കരുതി ഞാനൊരു ഹോജരാജാവാണെന്ന് അയാൾക്ക് തന്നെ തോന്നാനുള്ളൊരു സാധ്യത കുറച്ചൊക്കെ ഞാനൊരു ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരാകുന്നതോടുകൂടി ഞാൻ കുഴപ്പമില്ലാത്ത പ്രദേശത്തെ ഏറ്റവും ഉഷാറായ ഒരാളാണെന്ന് നമ്മുടെ പ്രവർത്തകർക്ക് തോന്നി തുടങ്ങിയാൽ അവിടെ തന്നെ ഈ അടിവേരറുക്കുന്ന ദുർഗുണം തുടങ്ങി എന്നാണ്. ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് വ്യക്തിതലത്തിലും സംഘടനാ തലത്തിലും അള്ളാഹുവിനോടുള്ള അടിമത്ത ബന്ധം സജീവമായി നിലനിർത്തുക എന്നുള്ളതാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഫലപ്രദമായ മാർഗം. അഹങ്കാരത്തിൽ നിന്നും ദുരഭിമാനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗം ആത്മപരിശോധനയാണ്. ഈ ആത്മപരിശോധന സെയ്ദ് മൗദൂദി അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ധാർമ്മികമായും മതപരമായും തന്നേക്കാൾ മോശമായവരിലേക്ക് നോക്കാതെ, എപ്പോഴും മനുഷ്യരങ്ങനെയാണ്, എന്നെക്കാളും മോശമായവരെപ്പോഴും ചുറ്റുങ്ങനെ നോക്കും. തന്നേക്കാൾ ഉഷാറായവരിലേക്ക് മുകളിലേക്ക് നോക്കുകയും അവരെ വെച്ചുകൊണ്ട് താൻ എത്രയോ ചെറുതാണ് എന്ന് കരുതുകയും ചെയ്യുക എന്നുള്ളത് ഈ അഹങ്കാരത്തെയും പൊങ്ങച്ചത്തെയും തടുക്കാനുള്ള, ഈ പ്രവണതയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വഴിയാണ് എന്ന് സെയ്ദ് മൗദൂദി പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഈ അഹങ്കാരത്തെക്കാളും പൊങ്ങച്ചത്തെക്കാളും ഒട്ടും കുറവല്ലാത്ത മറ്റൊരു പ്രശ്നമാണ് പ്രകടനാത്മകത. ബാക്കിയുള്ളവരെ കാണിക്കുക,
അത് പരലോകത്തെ, സെയ്ദ് മൗദൂദി പറയുന്നത് പരലോകത്തെ പ്രതിഫലത്തെ നഷ്ടമാക്കുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ തന്നെ ഈ ലോകത്ത് ചെയ്യേണ്ടുന്ന യഥാർത്ഥ പ്രവർത്തനം തന്നെ ചെയ്യാനത് തടസ്സമാണ്. കാരണം പ്രവർത്തനത്തെക്കാൾ പ്രവർത്തനം പരസ്യം ചെയ്യാനായിരിക്കും അക്കൂട്ടർക്ക് താല്പര്യമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് തന്നെ ചെയ്യേണ്ടുന്ന പണിയുടെ എഫക്റ്റീവ്നെസ്സിനെ, അതിൻ്റെ ഫലപ്രാപ്തി അത് കുറച്ച് കളയുന്നു. നാളെ പരലോകത്ത് അവർക്ക് കൂലി ഉണ്ടാകില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒപ്പം അത് ഷിർക്കിൻ്റെ കൂട്ടത്തിലാണ്. കാരണം ഷിർക്ക് എന്നുള്ളത് അള്ളാഹുവിന് സമന്മാരെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ടുന്നൊരു കാര്യം നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ഷിർക്കായി മാറുന്നു എന്നുള്ളതാണ്. അത് പ്രകടമായ ഗോപ്യമായ ഷിർക്കായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാനുള്ള കാരണം, തങ്ങളുടെ വൃത്തത്തിൽ ലോകമാന്യ പ്രവണത, അതായത് മറ്റുള്ളവരെ കാണിക്കുന്ന പ്രവണത വളരാൻ അനുവദിക്കാതിരിക്കുകയും സംഘടനാ പ്രവർത്തനങ്ങൾ പരസ്യമാക്കുന്നത് തീരെ അനിവാര്യമായതിൽ മാത്രം പരിമിതമാക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രകടനപരതയുടെ നേരിയ അടയാളമെങ്കിലും ബോധ്യമായാൽ ഉടൻ തടയുകയുമാണ് സംഘടനാ തലത്തിൽ അത്തരം പ്രവണതകൾ തടയാനുള്ള നല്ല മാർഗം എന്നുകൂടി സെയ്ദ് മൗദൂദി പറയുകയാണ്. അതായത് അങ്ങനത്തെ ഒരു ബോധം നമുക്കുണ്ടായാൽ അതിനെ തിരിച്ചെടുക്കാനുള്ള റിട്രീവ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് സെയ്ദ് മൗദൂദി പറയാണ്. ഒപ്പം കളങ്കമേറ്റ ഉദ്ദേശശുദ്ധി. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിനും പ്രവർത്തനത്തിനൊക്കെ വേണ്ടി പണിയെടുക്കുന്നവരായിരിക്കും. പക്ഷേ ഇത് പണിയെടുക്കുമ്പോൾ ഒക്കെ നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യണം. പക്ഷേ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോകുമ്പോൾ പിന്നെ വ്യക്തികൾക്കായി ചെയ്യുന്ന പണിയായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. അതിൽ അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് സെയ്ദ് മൗദൂദി. അപ്പോൾ അധികാരമാറ്റം, വ്യവസ്ഥാ മാറ്റത്തെക്കുറിച്ചൊക്കെ പറയുന്നവർ പോലും അവർക്കും ചിലപ്പോൾ ഈ ഉദ്ദേശശുദ്ധിക്ക് കളങ്കമേൽക്കും. അതെങ്ങനെയാണ് സംഭവിക്കുക? ഉദ്ദേശശുദ്ധി വ്യക്തിക്ക് അധികാരമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും വ്യക്തി താൻ ഉദ്ദേശിക്കുന്ന ആദർശത്തിന് അധികാരമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും വ്യത്യാസമുണ്ടെന്നാണ്. വ്യക്തി അധികാരത്തിലേക്കെത്താൻ ആഗ്രഹിക്കും. കാരണം വ്യക്തി തന്നെയാണ് രണ്ട് സ്ഥലത്തും ഉണ്ടാവുക. പക്ഷേ വ്യക്തിക്കായിട്ടുള്ള അധികാരമായിട്ടാണോ ഇതിനെ കരുതുന്നത്? താൻ പ്രതിനിധീകരിക്കുന്ന ആശയത്തിനുള്ള അധികാരം ലഭിക്കാനാണോ കരുതുന്നത്? ഇത് രണ്ടും തമ്മിൽ വളരെ അജഗജാന്തരമുണ്ട്, വലിയ വ്യത്യാസമുണ്ട് എന്ന് സെയ്ദ് മൗദൂദി അവിടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം 11-ാമത്തെ അധ്യായത്തിൽ പ്രവർത്തന സ്വാധീനം നഷ്ടമാക്കുന്ന ന്യൂനതകൾ. അത് നമുക്ക് എത്ര തന്നെ നമ്മൾ പണിയെടുത്താലും പടച്ചവൻ അതിൽ ഒരു ബർക്കത്ത് തരാതെയും നമുക്കതിൻ്റെ ന്യൂനതകൾ, പ്രത്യേകിച്ചും നമ്മൾ നടത്തുന്ന ഇസ്ലാമിക പ്രവർത്തനമാണെങ്കിൽ കൂടിയും അത് നേടിയെടുക്കുന്നതിൽ, അതിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ നമുക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ ഒന്നാമതായി ഇത് വളരെ വിശദാംശങ്ങളോടുകൂടി സെയ്ദ് മൗദൂദി ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരു സാഹിബ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാവം ഒരാളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടും, അത് ഏത് തലത്തിലുള്ള പ്രവർത്തനമാകട്ടെ, ഈ ദൗർബല്യങ്ങളിൽ ഏറ്റവും മോശമായതാണ് താൻ പോരിമ എന്ന് സെയ്ദ് മൗദൂദി പറയണം. അതായത് ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ലല്ലോ എന്നുള്ളിടത്ത് നിന്നാണ് ഇത് തുടങ്ങുക. അതിൻ്റെ സ്റ്റെപ്പായിട്ട് സെയ്ദ് മൗദൂദി പറയുന്നു. താൻ പോരിമ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യ ചുവടുവെപ്പ് ഇപ്രകാരമാണ്: താൻ സ്വന്തം നിലക്ക് അന്യൂനനും സുഹൃതങ്ങളുടെ വിളനിലവുമാണെന്നവൻ മനസ്സിലാക്കുകയും തൻ്റെ കുറ്റങ്ങളുടെയും ദൗർബല്യങ്ങളുടെയും നേരെ കണ്ണടക്കുകയും മറ്റുള്ളവരുടെ എല്ലാ കുറവുകളും കുറ്റങ്ങളും വ്യാഖ്യാനിച്ച് സ്വന്തം മനസ്സിനെ സമാധാനിപ്പിക്കുകയും ചെയ്യും. താൻ എല്ലാ അർത്ഥത്തിലും ഒരു കേമൻ തന്നെ എന്നായിരിക്കും അവൻ്റെ സമാധാനം. അതായത് തനിക്ക് വീഴ്ചയൊന്നുമില്ല എന്നൊരാൾ കരുതി തുടങ്ങുന്നു, അപ്പം തന്നെ അയാൾ മോശമായി തുടങ്ങുന്നു. ഏത് മനുഷ്യരിലും, നമ്മുടെ ചുറ്റുമുള്ള ഏത് നേതാവാകട്ടെ, പ്രവർത്തകരാകട്ടെ, ഹൽക്കാ തലത്തിലുള്ളവരാകട്ടെ, ഏത് ലെവലിലുള്ള, എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളാണെന്ന് അയാൾക്ക് തോന്നുന്നുവെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ്, താൻ പോരിമയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് എന്നാണ് സെയ്ദ് മൗദൂദി വിശദീകരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം താൻ പോരിമയുടെ രണ്ടാമത്തെ പ്രകാശനം അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും രൂപത്തിലാണ്. തൻ്റെ താൻ പോരിമയെ മുറിവേൽപ്പിക്കുന്ന എല്ലാവർക്കുമെതിരെ അവൻ്റെ മനസ്സിൽ അസൂയയും വിദ്വേഷവും വളർന്നു വരും. അതായത് ബാക്കിയുള്ള ആളുകൾക്ക് നേരെ തനിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് ബാക്കിയുള്ളവർ കരുതുകയോ തന്നെക്കാൾ ഉഷാറായിട്ട് മറ്റൊരാൾ പോകുന്നുണ്ടെന്ന് ഇയാൾക്ക് തോന്നുകയൊക്കെ ചെയ്താൽ അസൂയയും മനസ്സിലുള്ള വല്ലാത്ത ഒരു രോഗവുമൊക്കെ വളരും എന്നുള്ളതാണ് മറ്റൊരു ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത്. മൂന്നാമത്തെ ഇതിൻ്റെ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് ആണുങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. അതായത് മറ്റുള്ളവരുടെ ന്യൂനത കണ്ടുപിടിക്കാൻ പിന്നെ ഇയാൾ നടക്കും.
എന്നേക്കാളും ഞാൻ ഇത്ര മോശമല്ലല്ലോ എന്ന് തെളിയിക്കാൻ ബാക്കിയുള്ളവർ കൂടുതൽ മോശമാണ് എന്ന് തെളിയിക്കൽ ഇയാളുടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ അയാൾ ബാക്കിയുള്ളവരുടെ ന്യൂനത കണ്ടുപിടിക്കാൻ ചുഴിഞ്ഞന്വേഷണം തുടങ്ങുന്നു. തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനം താനൊഴികെ മറ്റുള്ളവരെല്ലാം തീർച്ചയായും മോശക്കാരാണെന്ന മനുഷ്യൻ്റെ പ്രാഥമിക പരിഗണനയാണ്. തുടർന്ന് പ്രത്യക്ഷത്തിൽ ആക്ഷേപകരമായ എന്ത് അവരിൽ കണ്ടാലും അവനിൽ വല്ല ന്യായമുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം എപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ് എന്ന് പറയും. നമ്മുടെ ചുറ്റുപാടും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. ഒരാളുടെ എന്തെങ്കിലും ഒരു വീഴ്ച കണ്ടാൽ പിന്നെ അയാളെ കാലാകാലത്തേക്കും അയാളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇത്തരം താൻപോരിമയുടെ ഭാഗം കൂടിയാണ്. ഞാൻ വളരെ ഉഷാറാണെന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് മറ്റുള്ളവനെ പൂർണ്ണമായും അരിക്കാക്കുന്ന ഈ ഒരു സ്വഭാവം എന്നുകൂടി പറയുന്നുണ്ട്. പിന്നെ 4ാം ഘട്ടമാണ് താൻപോരിമയുടെ 4ാമത്തെ ഘട്ടം. അടിസ്ഥാനം തെറ്റായാലും ശരിയായാലും തൻ്റെ നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയാം. ഒരാൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാവും, ഇതൊക്കെ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് ഇയാൾ നടന്ന് നാട്ടിൽ മുഴുവൻ ഈ തെറ്റും കുറ്റും ഇങ്ങനെ ബാക്കി ഒരാളുടെ വീഴ്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ബാക്കിയുള്ളവരുടെ പരദൂഷണം. ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞാൽ അയാൾക്ക് വിഷമമുണ്ടാകുന്ന സംഗതി അയാളുടെ അസാന്നിധ്യത്തിലും അയാൾ പറയും എന്നുള്ളതാണ് പിന്നീട് താൻപോരിമയുടെ ഭാഗമാണ്. ചിലപ്പോൾ താൻപോരിമയെക്കുറിച്ച് നമ്മൾ ഇത്ര വിശദമായി ആലോചിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളത് പോലും സയ്യിദ് മൗദൂദി ഇത് പറയുമ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സയ്യിദ് മൗദൂദി പറയുകയാണ്, താൻപോരിമയുടെ ഈ യാഥാർത്ഥ്യം അതിൻ്റെ ഓരോ വളർച്ചയുടെയും പ്രകാശനത്തിൻ്റെയും വിവിധ ഘട്ടങ്ങളും അതിൽ ഓരോ ഘട്ടവുമായി ബന്ധപ്പെട്ട ശരീഅത്തിൻ്റെ വിധിനിർദ്ദേശങ്ങളും നന്നായി ഗ്രഹിക്കേണ്ടത് നന്മയുടെയും സംസ്കരണത്തിൻ്റെയും മാർഗത്തിൽ സംഘടിച്ചിട്ടുള്ള നമ്മുടെ പ്രസ്ഥാന പ്രവർത്തകരെ പോലുള്ളവർക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാണ്. ഏഷണിയുടെയും പരദൂഷണത്തിൻ്റെയും സകല വാതിലുകളും കൊട്ടിയടക്കുകയും എവിടെയെങ്കിലും അത് തലപൊക്കുകയാണെങ്കിൽ തൽക്ഷണം അവയെ തടയാൻ മുകളിൽ വിശദീകരിച്ച ലളിതമായ ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുകയും വേണം. അപ്പോൾ ഏഷണി പരദൂഷണം എന്നുള്ളതിൻ്റെ സ്വരം നമ്മുടെ നേരത്തെ വിമർശന നിരൂപണമൊക്കെ വന്നു, അത് വേണം, ശരിയാണ്. പക്ഷേ ഇത് ഏഷണിയും പരദൂഷണമൊക്കെ ആയിട്ട് മാറിപ്പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഏഷണിയും പരദൂഷണം പറയുന്ന അയാളിൽ ഉണ്ടാകാവുന്നൊരു ഗുണമായിരിക്കും, ദുർഗുണമായിരിക്കും താൻപോരിമ എന്നാണ് സയ്യിദ് മൗദൂദി അവിടെ വിശദീകരിക്കുന്നത്. മറ്റൊന്ന് വൈകാരികമായ അസന്തുലിതത്വമാണ്. ഒരു സംഗതി പറഞ്ഞാൽ തൻ്റെ നിലപാടിൽ തന്നെ അടിയുറച്ച് നിൽക്കുക, അത് ശരിയായ കാര്യത്തിന് വേണ്ടി അടിയുറച്ച് നിൽക്കുന്നതല്ല, തൻ്റെ നിലപാട് മാറ്റാതിരിക്കുക, താൻ കരുതുന്നത് മാത്രം ശരിയാണെന്ന് സ്ഥാപിക്കുക, സംഘടനയിൽ അതിനു വേണ്ടി മാത്രം ബാധിക്കുക, ഇങ്ങനെയുള്ള അയാളുടെ ഒരു വൈകാരിക അസന്തുലിതത്വം, ഒരു തീവ്രവാദ നിലപാട്, അതിൽ മാത്രം അടിയുറച്ച് നിൽക്കുന്ന ഒരു നിലപാട്, ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കാതെയോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പങ്കാളിത്തം നൽകാതെയോ ഉള്ള വൈകാരിക അസന്തുലിതത്വത്തിൻ്റെ ഇതിൻ്റെ 1ാമത്തെ ഘട്ടം മനുഷ്യ മനസ്സ് ഏകമുഖമായിരിക്കുക എന്നുള്ളതാണ്. അതിനിരയാകുന്നതോടുകൂടി അവൻ പൊതുവിൽ ഒന്നിൻ്റെയും മറുവശം കാണാൻ കൂട്ടാക്കില്ല. വൈകാരിക അസന്തുലിതത്തിൻ്റെ 1ാമത്തെ ഭാഗം അതാണ്. മറ്റ് ഒരു വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗം അയാൾക്ക് അറിയണമെന്നുണ്ടാകില്ല. മാത്രമല്ല ഒരു വശം മാത്രം കണക്കിലെടുത്ത് മറുവശം പറ്റി അവഗണിക്കുകയും ചെയ്യും. തൻ്റെ മനസ്സ് ഒരിക്കൽ ആകർഷിക്കപ്പെട്ട ദിശയിലേക്ക് മാത്രമേ അവൻ എപ്പോഴും തിരിഞ്ഞു നോക്കൂ. വേറൊരു എന്ത് ഇനിയും അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഈ അവസ്ഥ അധികം മുന്നോട്ട് പോയാൽ അങ്ങേയറ്റം ഇതിൻ്റെ തീവ്ര രൂപമാർജിച്ച് അവൻ സ്വാഭിപ്രായത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കാനും അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ കാർക്കശ്യം പുലർത്താനും മറ്റുള്ളവരുടെ വീക്ഷണങ്ങളെ സഹിഷ്ണുതയോടെ വിലയിരുത്താനോ അവ മനസ്സിലാക്കാനോ പോലും ശ്രമിക്കുക പോലും അയാൾ ചെയ്യില്ല. അതായത് മനുഷ്യർക്ക് അവരുടെ കാഴ്ചപ്പാട് ഒരു പ്രായോഗിക ഒരു വിഷയം വരുന്ന സമയത്ത് പോലും ഞാൻ കാണുന്ന ഒരൊറ്റ കാഴ്ചപ്പാടിൽ മാത്രമേ അടിയുറച്ച് നിൽക്കുകയുള്ളൂ എന്നയാൾ പറയും. സ്വാഭാവികമായിട്ടും കൂടിയാലോചനയ്ക്ക് അയാൾ ഉൾപ്പെടുത്താമെങ്കിലും പിന്നീട് കൂടിയാലോചനയിൽ അയാൾ ഒരു കല്ലുകടിയായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് ഇവിടെ ഇത് എത്തിച്ചേരുമെന്നാണ്. ഈ നിലപാടുള്ള ഒരാൾ സ്വയം സംഘടനയിൽ നിന്ന് മാറി നിന്നാൽ അതുമൂലം വലിയ സാമൂഹ്യ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടോ? അതായത് ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് ഇങ്ങനെ ഞാൻ പിടിച്ചൊരു സാധനം വിടൂല എന്ന് തോന്നുന്ന ഒരാൾ അയാൾ സംഘടനയിൽ നിന്ന് മാറി നിന്ന് വെച്ച് സംഘടനയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. പക്ഷേ വിവിധ തരത്തിലുള്ള അസന്തുലിതത്വ പ്രകൃതിയും വൈകാരിക അസന്തുലിതത്വമുള്ള ഒട്ടേറെ ആളുകൾ ഒരു സംഘടന ഒരുമിച്ച് കൂടിയാൽ ഓരോ തരത്തിലുമുള്ള സന്തുലിതത്വമില്ലായ്മയും ഓരോരോ ജനക്കൂട്ടത്തിൻ്റെ രൂപമാർജിക്കാൻ തുടങ്ങുകയും ഓരോ തീവ്രവാദത്തിനു ബദലായി മറൊരു തീവ്രവാദം ജനിക്കുകയും അഭിപ്രായ വ്യത്യാസം മൂർച്ഛിച്ചുകൊണ്ട് ഒടുവിൽ ഭിന്നിപ്പും പിളർപ്പും രൂപം കൊള്ളുകയും ചെയ്യും. അതോടെ ഏതൊന്ന് നിർമ്മിക്കാൻ വേണ്ടിയാണോ വളരെ വിലപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു സംഘടനയും സതുദ്ദേശത്തോടും സദ്വിചാരത്തോടും കൂടി കുറച്ചാളുകൾ സഞ്ചരിച്ചത്, അവർ അതിനുവേണ്ടി സംഘടിച്ചത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഈ വടംവലിയിൽ താറുമാറായി പോകുന്നു എന്നാണ് സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്നത്. മറ്റൊന്ന് സങ്കുചിതത്വമാണ്.
സങ്കുചിതത്വം എന്ന് പറഞ്ഞാൽ ഈ അസന്തുലിതത്വത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. അസഞ്ചിത തന്നെ വമയ്യൊക്കെ ഷൊഹനഫ്സിഹി ഫൗലായിക്കഹുമുൽ മുഫ്ലിഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മനസ്സിൻ്റെ സങ്കുചിതത്വത്തിൽ നിന്ന് വിജയിക്കാനും പുറത്തു കടക്കാൻ സാധിച്ചവർ മാത്രമാണ് യഥാർത്ഥ വിജയം വരിച്ചവരെന്ന്, അതിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് എപ്പോഴും തൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുക. ഇതിനോട് അടുത്ത് നിൽക്കുന്ന അതേ സംഗതി തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ദുർഗുണം അസഹിഷ്ണുതയാണ്. മറ്റുള്ളവർ പറയുന്നതൊന്നും അവനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതല്ലെങ്കിൽ അവൻ അഭിപ്രായം പറയുമ്പോൾ തന്നെ അതൊന്നും സ്വീകരിക്കേണ്ടതല്ല എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കുക. അപ്പോൾ അസഹിഷ്ണുക്കളായി മാറുക. സംഘടനയിൽ ഈ രോഗം കടന്നു കയറുന്നത് യഥാർത്ഥത്തിൽ അപകടത്തിൻ്റെ മണിമുഴക്കമാണ്. ബാക്കിയുള്ള ഒരു സങ്കുചിതത്വം, ഇന്ന ആളുകൾ ഇവിടേക്ക് വരണ്ട, ഈ ആളുകൾ ഇവിടെ അഭിപ്രായം വരണ്ട, അവന് ഇത്രക്കല്ലേ ഉള്ളൂ എന്നൊക്കെ ഓരോരുത്തരെക്കുറിച്ചും വിലയിരുത്തുകയും ഈ സങ്കുചിതത്വത്തിൻ്റെ ഭാഗമായി സാമൂഹ്യ പ്രവർത്തനം എല്ലായ്പ്പോഴും സാമൂഹ്യ പ്രവർത്തനം എല്ലായ്പ്പോഴും പരസ്പര സഹകരണവും സഹവർത്തിത്വവും താല്പര്യപ്പെടുന്നു. അതുകൂടാതെ നാലാൾക്ക് പോലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഈ സങ്കുചിത്വം ഉണ്ടായാൽ പിന്നെ മനുഷ്യന്മാർ ഒരുമിച്ച് ഹൽക്കയിലോ അതല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഒരുമിച്ചിരിക്കാൻ പറ്റൂല. വിശാല ഹൃദയരായിട്ടിരിക്കണം. അപ്പം സ്നേഹവായ്പും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സഹവർത്തിത്വമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകണം നമ്മൾ പറഞ്ഞു. അപ്പം ഇത് ഇല്ലാതാക്കുന്നൊരു ദുർഗുണമാണ്, ന്യൂനതയാണ് സങ്കുചിതത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസാനത്തെ 2 അധ്യായത്തിലും ഒന്ന് നന്മയുടെ അടിവേറിക്കുന്ന അഹങ്കാരം, പൊങ്ങച്ചം, പ്രകടനാത്മകത, ഉദ്ദേശശുദ്ധിയിൽ തന്നെ നല്ല കാര്യമൊക്കെ തന്നെ, പക്ഷെ അതിനിടയിൽ വെച്ച് കളങ്കമേൽക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം താൻ പോരിമ, വൈകാരിക സന്തുലിതത്വം, സങ്കുചിതത്വം, ഈ 3 കാര്യങ്ങളെയും അവസാനത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്. അപ്പോൾ സയ്യിദ് മൗദൂദിയുടെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്കറിയാം. സത്യസാക്ഷിയാകട്ടെ, സത്യമാർഗം, രക്ഷാസരണി, ഇസ്ലാമും ജാലിയത്ത്, ഇതൊക്കെ സയ്യിദ് മൗദൂദ് നടത്തിയ പ്രഭാഷണങ്ങളാണ്. ഇത് പിന്നീട് ചെറിയ പുസ്തക രൂപത്തിൽ പിന്നീട് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. ഇസ്ലാമിക പ്രവർത്തന മാർഗത്തിൽ നമ്മുടെ ലക്ഷ്യം, പ്രവർത്തനം, പ്രബോധന ശൈലി, ഒപ്പം ഇസ്ലാമിക വിജയത്തിൻ്റെ മുന്നുപാധികളായിട്ടുള്ള, വിപ്ലവത്തിൻ്റെ മുന്നുപാധികളായിട്ടുള്ള മാനവിക ഗുണങ്ങൾ, ഇസ്ലാമിക ഗുണങ്ങൾ, നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന വ്യക്തത, ക്ലാരിറ്റി, ഒപ്പം വ്യക്തിക്കുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾ, സാമൂഹികമായി നമ്മൾ സംഘടിക്കുമ്പോൾ ഒരു സംഘടനയിൽ ഉണ്ടാകേണ്ടുന്ന, പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടുന്ന പ്രത്യേക ഗുണങ്ങൾ, അവസാനം നമ്മൾ മാറി നിൽക്കേണ്ടുന്ന, നമ്മൾ അകന്നു നിൽക്കേണ്ടുന്ന ചില ന്യൂനതകൾ, നമ്മളുടെ പ്രവർത്തനം വിനഷ്ടമാക്കി കളയുന്ന, അതിൻ്റെ സ്വാധീനമില്ലാതാക്കി കളയുന്ന ന്യൂനതകളെയും ദുർഗുണങ്ങളെയും പരാമർശിച്ചുകൊണ്ടാണ് സയ്യിദ് മൗദൂദി ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം പൂർണ്ണമായി വായിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പൂർണ്ണമായ അതിൻ്റെ വിശകലനത്തിന് നമുക്ക് സഹായകമാകുന്ന ഒന്നാണ്. ഒരു പ്രാഥമികമായി നമുക്കിതിൻ്റെ ഒരു കണ്ടൻറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിശദീകരണം നൽകുകയാണ് ഈ പുസ്തകത്തിൻ്റെ അവതരണത്തിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ച മറ്റുള്ളവർക്കും, ഖലീൽ ഹമീദി സാഹിബിനും അതുപോലെ തന്നെ കെ ടി ഹുസൈൻ സാഹിബിനും അതുപോലെ ഇതിൻ്റെ ഈ ഉദ്യമത്തിൽ ഭാഗവാക്കാകുന്ന എല്ലാവർക്കും ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക പ്രസ്ഥാന മാർഗത്തിൽ, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ കൂടുതൽ സംശുദ്ധമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമുക്ക് സഹായകമാകാൻ ഈ ഒരു അധ്വാനം മൂലം അള്ളാഹു നമുക്ക് വഴിയൊരുക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.